ഒരിക്കൽ കൂടെ വായിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 25, 24, 23, 24, 25 വാക്യങ്ങൾ. പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ചിലർ പറയുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചും കൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാരണത്താലല്ല, അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. ഓക്കെ, അത് വേറൊരു വേർഷനാണെന്ന് തോന്നുന്നല്ലേ. ചിലർ പറയുന്നത് പോലെ എന്നാ എഴുതിയിരിക്കുന്നത്, ചിലർ ചെയ്യുന്നത് പോലെ എന്നാ പറയുന്നത്. സ്തോത്രം. പറയുന്നതല്ല, ചെയ്യുന്നതാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഇന്നലെ പ്രത്യാശയുടെ സ്വീകാര്യത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. പ്രത്യാശയാണ് വിശ്വാസ ജീവിതത്തിൻ്റെ കാതലായൊരു വസ്തുത. പ്രത്യാശയില്ലവർക്ക് വിശ്വാസ ജീവിതം നയിക്കാൻ പറ്റത്തില്ല. ആമേൻ. വിശ്വാസം നമുക്ക് പ്രത്യാശ നൽകുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുന്നുള്ള സന്തോഷവും സമാധാനവും നമ്മുടെ മേൽ വരണമെങ്കിൽ പ്രത്യാശ ഉണ്ടാകണം. ആ പ്രത്യാശ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അതിൻ്റെ സമൃദ്ധി ഉണ്ടാകണം. അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നതിലുള്ള സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. കാഴ്ചയാലല്ല നമ്മുടെ ജീവിതം, വിശ്വാസത്താലാണ്. ഗ്ലോറി ടു ഗോഡ്. അപ്പം കാണുന്ന ഈ കണ്ണിന് മുമ്പിൽ ഇപ്പോൾ കാണുന്നതല്ല നമ്മുടെ ജീവൻ ആധാരമായി വരുന്നത്. പിന്നെയോ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിലുള്ള ആ ദൈവിക വാഗ്ദത്തങ്ങളാണ് നമ്മുടെ വിശ്വാസ ജീവിതം, നമ്മളെ ആ ജീവിതം, ജയജീവിതം മുന്നോട്ട് നയിക്കാനിടയാക്കി തീർക്കുന്നത്. ഞാനിത് ഇന്നലെ വിശദീകരിച്ചാണ്, അതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നില്ല. ആമേൻ. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുക, ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. ഇവിടെ അപ്പോസ്തലൻ പറയാ, ചിലർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അവരെന്ത് ചെയ്യുന്നു? അവർ സഭായോഗങ്ങളെ ഉപേക്ഷയായി അവൻ വിചാരിക്കുന്നു. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ ഉപേക്ഷയായി വിചാരിക്കുന്നു എന്നല്ല, ചിലർ സഭായോഗങ്ങളെ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഈ എബ്രായ ലേഖനം 10-ാം അധ്യായം പറയുന്നത്, ന്യായപ്രമാണത്താൽ ആരും നീതീകരിക്കപ്പെടാതിരിക്കുമ്പോൾ, ന്യായപ്രമാണത്താൽ ആർക്കും ദൈവത്തോട് അടുത്തു വരുവാൻ കഴിയാതിരിക്കുമ്പോൾ, ന്യായപ്രമാണം സകലരെയും പാപത്തിൻ്റെ കീഴേ നിർത്തുമ്പോൾ, ആമേൻ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, യേശുക്രിസ്തുവിൻ്റെ ശരീരയാഗത്താൽ, ആമേൻ, നമ്മൾ എന്നേക്കുമായി വിശുദ്ധീകരിക്കപ്പെട്ടവരായി, ആമേൻ, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുവാൻ പ്രാപ്തരായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. നമ്മൾ ഇന്നലെ കേട്ടായിരുന്നു, പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുവാൻ. ഇവിടെ പിടിച്ചുകൊള്ളുക, കാരണം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ആമേൻ. ഈ 10-ാം അധ്യായത്തിൽ നിങ്ങളെല്ലാവരും ഒന്ന് വായിച്ചു നോക്കണം. ആമേൻ. അത് വിശദീകരിക്കാൻ ഇന്ന് നമുക്ക് സമയമില്ല. ആമേൻ. ഇതിനെക്കുറിച്ച് വിശദമായ അടുത്ത ദിവസങ്ങളിൽ സംസാരിക്കുന്നതായിരിക്കും. അതിൻ്റെ 19 മുതൽ പറയാം, അതുകൊണ്ട് പ്രൈസ് ഗോഡ്. ആമേൻ. 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാനിനി ഓർക്കയില്ല എന്ന് അരുളി ചെയ്യുന്നു. എന്നാൽ ഇവയുടെ മോചനം ഉള്ളിടത്ത്, ഇവയുടെ മോചനം, പാപങ്ങളുടെയും അകൃത്യങ്ങളുടെയും മോചനമുള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ വന്ന സകല പാപങ്ങൾക്കും അകൃത്യങ്ങൾക്കും പരിഹാരമായി യേശു യാഗമായി തീർന്നിരിക്കയാൽ, യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിലൂടെ ഇനി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല എന്ന് ഉറപ്പുള്ളവരാമേൻ പറഞ്ഞേ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ആമേൻ. എന്നിട്ട് പറയാം, അതുകൊണ്ട് ഇനിയൊരു യാഗമില്ല, ഇനിയൊരു യാഗത്തിൻ്റെ ആവശ്യമില്ല.
നമ്മുടെ പാപങ്ങളും അകൃത്യങ്ങളും എന്ത് സംഭവിച്ചു? കർത്താവ് കാൽവറിയിൽ ആമേൻ ക്ഷമിച്ചു തന്നു. കർത്താവ് അത് ഏറ്റെടുത്തു. ആമേൻ അതിൻ്റെ ശിക്ഷ വഹിച്ചു. അതുകൊണ്ട് നമ്മൾ ആ ശിക്ഷയിൽ നിന്ന്, അല്ലെങ്കിൽ ആ പാപത്തിൽ നിന്ന്, അകൃത്യത്തിൽ നിന്ന് മോചിതരായി തീർന്നു. അതുകൊണ്ട് ഹല്ലേലൂയ ആമേൻ അപ്പോസ്തലൻ പറയുക, ആമേൻ നമ്മൾ പരമാർത്ഥ ഹൃദയത്തോടെ ആമേൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരണം. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്തിൽ എന്താ സംഭവിച്ചതെന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരണം. ഹല്ലേലൂയ. പാപവും അകൃത്യവും നമുക്കെതിരെ വിരൽ ചൂണ്ടി നമ്മളെ മരണത്തിൻ്റെ കീഴിൽ നിർത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി നമ്മെ എന്നേക്കുമായി അവൻ വിശുദ്ധീകരിച്ചു, നമ്മളെ നീതീകരിച്ചു എന്നുള്ള ബോധ്യം അകത്ത് പ്രാപിച്ച് ഇനിയും ഒരു യാഗമില്ല, ഇനിയൊരു യാഗത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ള സത്യം മനസ്സിലാക്കി. എന്തിനാ യാഗം? പാപത്തിന് പരിഹാരമായി യാഗം നടത്തുന്നത്. ആമേൻ. ആ യാഗത്തിന് ഇനി ആവശ്യമില്ല. പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നു, ആണ്ടുതോറും പാപപരിഹാര ബലി നടത്തുമായിരുന്നു. സ്തോത്രം. ആമേൻ. ഈ യാഗം ആണ്ടുതോറും നടത്തുന്ന പാപപരിഹാര ബലിയുടെ പ്രത്യേകത, അത് യാഗം കഴിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ, പാപക്ഷമ പ്രാപിക്കുവാൻ കടന്നു വരുന്ന ജനത്തിന് ആമേൻ പാപത്തെക്കുറിച്ചുള്ള മനോബോധം മാറിപ്പോകത്തില്ല. വീണ്ടും പാപത്തെക്കുറിച്ചുള്ള ബോധം വരും. അപ്പോൾ അതുകൊണ്ട് സംഭവിച്ചത് എന്താണെന്നറിയാമോ? യാഗം കഴിക്കും തോറും പാപത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാകുക, അങ്ങനെ പാപം ആക്റ്റീവാകുക. പിന്നെ ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. പക്ഷെ യേശുക്രിസ്തുവിൻ്റെ യാഗത്തിൽ ആമേൻ ഇനിയൊരു യാഗത്തിന് ആവശ്യമില്ലാത്ത വണ്ണം ആമേൻ ആ പാപത്തെക്കുറിച്ചുള്ള മനോബോധത്തെ നമ്മളിൽ നിന്ന് കർത്താവ് എടുത്തു മാറ്റിയിരിക്കുക. ഹല്ലേലൂയ. വേണമെങ്കിൽ അതൊന്ന് വായിച്ചു. 10-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായികൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും എന്ത് കഴിവുള്ളതല്ല? ന്യായപ്രമാണത്തെ കൊണ്ട് കഴിയത്തില്ല. അടുത്തത്, അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിൻ്റെ ശേഷം, അല്ലേ? ആണ്ടുതോറും പാപപരിഹാരം നടക്കുന്നുണ്ട്, യാഗം നടക്കുന്നുണ്ട്. അവൻ യാഗം നടക്കുമ്പോൾ ശുദ്ധി വന്നു. ശുദ്ധി വന്നതിന് ശേഷം പാപങ്ങളെ കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലാതെ വന്നാൽ യാഗം കഴിക്കുന്നത് നിന്നു പോകും. കാരണം പിന്നെ പാപത്തെക്കുറിച്ച് ആർക്കും ബോധറേഷനില്ല. പ്രൈസ് ഗോഡ്. ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മയുണ്ടാകുന്നു. ഗ്ലോറി ടു ഗോഡ്. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ഹല്ലേലൂയ. ആകയാൽ ആമേൻ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വരുമ്പോൾ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുക, ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞു. ഗ്ലോറി ടു ഗോഡ്. ആമേൻ. അങ്ങനെ അവൻ ലോകത്തിൽ വന്ന് പാപത്തിൻ്റെ പരിഹാരത്തിനായി അവൻ ദൈവത്തിൻ്റെ ഇഷ്ടം അവൻ ക്രൂശിൽ നിവൃത്തിയാക്കിയ നമ്മുടെ കർത്താവ് അവൻ പാപപരിഹാരം നിവർത്തിച്ചിരിക്കുന്നത് കൊണ്ട് അവൻ നമ്മൾക്കിനി ഒരു യാഗത്തിൻ്റെ ആവശ്യമില്ല, പാപത്തെക്കുറിച്ചുള്ള മനോബോധത്തിൻ്റെ ആവശ്യമില്ല. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. പലരും ഈ പാപത്തെക്കുറിച്ചുള്ള മനോബോധത്തിലാണ് പരാജയപ്പെട്ട് കിടക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. പാപമാകുമോ, പാപം ചെയ്തു പോകുമോ എന്നുള്ള ഭയം. ഈ പറയുന്നത് കൊണ്ട് പാപം ചെയ്താൽ കുഴപ്പമില്ലെന്നല്ല ഞാൻ ഈ പറയുന്നത്, അല്ലെങ്കിൽ പാപം ചെയ്ത് കളയാം എന്നല്ല ഞാൻ ഈ പറയുന്നത്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ആമേൻ. പാപത്തെക്കുറിച്ചുള്ള മനോബോധം നമ്മളിൽ നിലനിൽക്കുന്നിടത്തോളം കാലം പാപം ആക്റ്റീവായിരിക്കും.
ഗ്ലോറി ടു ഗോഡ്. ആമേൻ. കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ കാൽവറിയിൽ യാഗം കഴിച്ചതുകൊണ്ട്, പാപത്തിന് ഇനിയൊരു യാഗം ശേഷിക്കാതെ വണ്ണം, ഒരു പരിഹാരക്രിയ ഇല്ലാത്തവണ്ണം കർത്താവ് അത് പരിഹരിച്ചു കഴിഞ്ഞു. രാമൻ പറയാമോ? ഞാനത് പിന്നീട് വിശദീകരിക്കാം, കാരണം എനിക്ക് വേഗത്തിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശന ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട്. സ്തോത്രം. നമ്മുടെ അകത്ത് കയറണേ. ആമേൻ. ന്യായപ്രമാണത്തിൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരാൻ പറ്റത്തില്ല, അല്ലേ? പാപത്തെക്കുറിച്ചുള്ള മനോബോധം പിന്നെയും തുടരുന്നത് കൊണ്ട് യാഗം വേണം. ദൈവത്തിൻ്റെ അടുക്കൽ വരണ യാഗം വേണം. അത് എന്തോ യാഗം? കാളകളുടെയും കാട്ടുകൊറ്റന്മാരുടെയും രക്തമേ ഉള്ളൂ. സ്തോത്രം. ആ യാഗം അവസാനിച്ചു. ആമേൻ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആമേൻ യാഗത്തിലൂടെ. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ വന്നു നിൽക്കുന്നത് എവിടെയാണ്? ജീവനുള്ള പുതുവഴിയിലാണ്. അതെങ്ങനെ ഉണ്ടായി? കാൽവരി യാഗത്തിൽ തൻ്റെ ദേഹമെന്ന തിരശ്ശീല കീറിയതിലൂടെ നമുക്ക് വേണ്ടി ജീവനുള്ള പുതുവഴി സ്ഥാപിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മളിവിടെ വന്നു നിൽക്കുന്നത് ജീവനുള്ള പുതുവഴിയിലാണ്. പ്രൈസ് ഗോഡ്. പഴയ യാഗത്തിൽ രാമൻ രക്തം തളിച്ച് ശുദ്ധി പ്രാപിക്കും. പക്ഷേ അകത്ത് പാപത്തെക്കുറിച്ചുള്ള മനോബോധം നഷ്ടപ്പെടാത്തത് കൊണ്ട് വീണ്ടും പാപം ചെയ്യുക. ഹല്ലേലൂയ. നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകുന്നില്ല ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലാൻ. കോൺഫിഡൻസ് അല്ല, നമുക്ക് ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലാൻ പറ്റത്തില്ല. പുരോഹിതൻ പോലും രക്തം തളിച്ചിട്ട് അതിവിശുദ്ധ സ്ഥലത്തോട്ടൊന്ന് കയറി ഇറങ്ങുക, ആണ്ടിലൊരിക്കൽ മാത്രം. ഗ്ലോറി ടു ഗോഡ്. ആമേൻ. ഇപ്പോൾ യാഗങ്ങളുടെ അവസാനത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ഇപ്പോൾ എവിടെയാണ് വന്നു നിൽക്കുന്നത്? ഒരു പുതിയ വഴിയിലാണ്. ആ പുതിയ വഴി ഏതാ? ജീവന്റെ വഴിയാണ്, ജീവനുള്ള വഴിയാണ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. അതെങ്ങനെ ഉണ്ടായി? കർത്താവിൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടെ ദൈവം നമുക്ക് പ്രതിഷ്ഠിച്ചതാണ്. ഇത് ദേവാലയത്തോടുള്ള ബന്ധത്തിൽ, പഴയ നിയമ യാഗങ്ങളോടുള്ള ബന്ധത്തിൽ അവൻ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അത് വിശദീകരിക്കാൻ വീണ്ടും സമയമില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി അവൻ നമ്മൾ വന്നു നിൽക്കുന്നത് ജീവനുള്ള പുതുവഴിയിലാണ്. എന്ന് പറഞ്ഞാൽ ഇത് മരണവഴിയല്ല. ഇവിടെ മരണത്തിന് കാര്യമില്ല. ചേർന്നരാമൻ പറഞ്ഞേ. ഹല്ലേലൂയ. പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണത്തിന് അവൻ എൻ്റെ പാപങ്ങളും അകൃത്യങ്ങളും നിമിത്തം എനിക്കെതിരെ അവകാശം പറഞ്ഞു നിൽക്കുന്ന മരണത്തിന് എൻ്റെ മേൽ അവകാശം പറയുവാൻ കഴിയാത്ത വണ്ണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരിയാഗം എന്നെ സ്വതന്ത്രനാക്കി, എന്നെ വിശുദ്ധീകരിച്ചു, എന്നെ അതിൽ നിന്ന് ആ ജീവനിലേക്ക് കൊണ്ടുവന്നിരിക്കുക. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ജീവനുള്ള പുതുവഴിയില. ഇന്ന് രാത്രി ഇത് ഇന്ന് പകൽക്കാലം ഇത് കേൾക്കുമ്പോൾ നിന്റെ അകത്ത് നിൽക്കണം. അവൻ ഉറപ്പ് വരണം, എൻ്റെ മുൻപിൽ ജീവനാ വെളിപ്പെടാൻ പോന്നെ. അനുഭവങ്ങൾ കൊണ്ട്, പരിചയങ്ങൾ കൊണ്ട്, അവൻ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ കൊണ്ട്, അവൻ മറ്റുള്ളവരുടെ പറച്ചിലുകൾ കൊണ്ട്, അവൻ നമ്മുടെ അകത്ത് കിടക്കുന്ന എല്ലാ കുറ്റബോധങ്ങളും അവൻ ഇന്ന് പകലഴിഞ്ഞു മാറണം. യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ രക്തം എന്നെ നീതീകരിച്ചിരിക്കുന്നു. യേശു അവൻ സ്ഥാപിച്ച ജീവനുള്ള പുതുവഴിയിൽ ഞാൻ വന്നു നിൽക്കുകയാണ്. ഇവിടെ ജീവൻ മാത്രമേ കൈമാറ്റം ചെയ്യപ്പെടത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പനപ്പൂപ്പന്മാർ മൂലം, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ മൂലം, വർഷങ്ങളുടെ പരിചയം മൂലം ഇനിയും മുന്നിലൊരു തകർച്ചയും, ഇനിയും ഒരു പരാജയവും, ഇനിയൊരു നഷ്ടവും അതല്ല നീ കാണേണ്ടത്. നീ കാണേണ്ടത് ജീവനെയാണ്. ഹല്ലേലൂയ. ഇത് ജീവനുള്ള പുതുവഴിയാണ്. ഇത് പുതിയ വഴിയിലാണ് നിൽക്കുന്നത്. ഇന്നലകളിൽ പരാജയങ്ങൾ, ഇന്നലകളിൽ നഷ്ടങ്ങൾ, ഇന്നലകളിൽ വേദനകൾ, പാപം മൂലം മരണത്തിൻ്റെ ശക്തികൾ നമ്മുടെ മേൽ വാണുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് പകൽ ഞാൻ വന്നു നിൽക്കുന്നത് ജീവനുള്ള പുതുവഴിയിലാണ്. ഞാൻ പുതിയ വഴിയിലാണ് നിൽക്കുന്നത്. ഈ വഴിയിൽ ജീവൻ അത്രേ വരുന്നത്. ഹല്ലേലൂയ. ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, രോഗങ്ങൾ, പാരമ്പര്യമായി അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ നിങ്ങളുടെ മേൽ നിലനിൽക്കുന്നുവെങ്കിൽ
അത് പിശാചിന്റെ ഭോഷ്കാണ്. അതിൻ്റെ പിന്നിൽ പിശാചിന്റെ അവകാശമുണ്ട്. അവന്റെ വാഴ്ചയുണ്ട്, അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടായിക്കൊള്ളട്ടെ. പക്ഷെ ഇപ്പോൾ നീ മനസ്സുകൊണ്ട് തിരിച്ചറിയണം, പിശാചിന് നിന്നെ ജയിക്കാൻ കഴിയാത്തവണ്ണം, ആ പ്രതികൂലത്തെ നിന്റെ മേൽ വെൽപ്പാൻ കഴിയാത്തവണ്ണം, ആ ആയുധത്തെ നിന്റെ മേൽ ഇനി ഉപയോഗിക്കുവാൻ കഴിയാത്തവണ്ണം ജീവനുള്ള പുതുവഴിയിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. മനസ്സുകൊണ്ട് നീ നിൽക്കുന്ന ആ പ്രതികൂലത്തെ, നീ അനുഭവിക്കുന്ന പ്രശ്നത്തെ, നീ ആ മനോവിഷമത്തെ, ആ ഭയത്തെ നീ എതിർക്കാൻ തുടങ്ങണം. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ അടുക്കിലേക്ക് വന്നിരിക്കുക. ദൈവത്തിന്റെ കൃപാസനത്തിൽ സമയഭേദം കൂടാതെ അപ്പ എന്ന് വിളിച്ച് അടുത്തു വരുവാൻ നമ്മളെ ക്ഷണിച്ചിരിക്കുകയാണ്. നമ്മൾ പിതാവിന്റെ സന്നിധിയിൽ വന്നവരാണ്, പിതാവിന്റെ സന്നിധിയിൽ നിൽക്കുന്നവരാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ആ തൃത്വത്തിന്റെ കൂട്ടായ്മയ്ക്കകത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്റെ അകത്തൊരു അല്പം പോലും ഭയം വരാത്തവണ്ണം ജീവനെ നീ കാണാൻ തുടങ്ങണം. ഹല്ലേലൂയ. ഇത് ജീവനുള്ള പുതുവഴിയാണ്. ഗ്ലോറി ടു ഗോഡ്. ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യം, അല്ലേ? ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും ഒക്കെ രക്തം കൊണ്ട് മഹാപുരോഹിതൻ അതിവിശ്വസ്ത സ്ഥലത്തേക്ക് കയറുമ്പോൾ സംശയത്തോടെ കയറുന്നേ. കാരണം ഈ യാഗത്തിനകത്ത് എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അതിനകത്ത് വീണുപോകാൻ, പട്ടുപോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പുരോഹിതൻ ഭയന്നാ കയറുന്നേ. പക്ഷേ ഇവിടെ തളിച്ചിരിക്കുന്ന രക്തം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മളെ നീതീകരിക്കുവാൻ പുരോഹിതന്മാർ കാളയുടെയും പശുവിൻ്റെയും കാളയുടെയും ആട്ടുകൊറ്റന്മാരുടെയും ഒക്കെ രക്തം തളിച്ച സ്ഥാനത്ത് നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ അപ്പ എന്ന് വിളിച്ച് നമ്മൾ അടുത്ത് ചെല്ലുവാൻ തക്കവണ്ണം നമുക്ക് വേണ്ടി തളിക്കപ്പെട്ടത് യേശുവിന്റെ രക്തമാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ഓടി വരുമ്പോൾ, അപ്പ എന്ന് വിളിക്കുമ്പോൾ, പ്രശ്നത്തെ കണ്ട്, സാഹചര്യങ്ങളെ കണ്ട് അയ്യോ എന്ന് പറയാതെ അപ്പ എന്ന് വിളിക്കാൻ തക്കവണ്ണം നിന്റെ അകത്തൊരു ധൈര്യം വരണം. അല്ലല്ലേ? ഇന്ന് പകൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നെ വിടുവിക്കും, ഞാൻ ജീവനുള്ള പുതുവഴിയിലാക്കിയാൽ മരണത്തിന്റെ ആധിപത്യങ്ങൾക്ക് എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിന്റെ മേൽ, എൻ്റെ തലമുറകളുടെ മേൽ നിൽപ്പാൻ കഴിയാത്തവണ്ണം അപ്പന്റെ അടുക്കൽ ചൊല്ലുവാൻ അവന്റെ രക്തം, പുത്രന്റെ രക്തം, യേശുവിന്റെ രക്തം എനിക്കായി തളിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള ആഴമേറിയ ഉറപ്പ് ഇന്ന് പകൽ നമ്മുടെ അകത്ത് വ്യാപരിക്കണം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഇന്ന് പകൽ നമുക്ക് ആവശ്യം പ്രശ്നമില്ല എന്നുള്ളതല്ല. നിന്റെ പ്രശ്നത്തിന്റെ നടുവിൽ അപ്പന്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ തക്കവണ്ണം ഒരു ധൈര്യമാവേണ്ടത്. നിന്നെ കുറ്റം പറഞ്ഞ്, നിന്നെ കുറ്റക്കാരനാക്കി, നിന്നെ ബലഹീനത പറഞ്ഞ് നിന്നെ ബലഹീനനാക്കി ഭയപ്പെടുത്തി നിർത്തിയിരിക്കുന്ന ആത്മമണ്ഡലത്തിനെതിരെ എനിക്ക് എന്റെ അപ്പനുണ്ടെന്ന് പറയുവാൻ തക്കവണ്ണം, അപ്പ എന്ന ഉള്ളത്തിൽ നിന്ന് ധൈര്യത്തോടെ വിളിക്കത്തക്കവണ്ണം ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം നിന്റെ ഉള്ളത്തിന്റെ മേലെ രൂപാന്തരം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. എത്ര പേരെ വിശ്വസിക്കുന്നു? യേശുവിന്റെ രക്തം എനിക്ക് ധൈര്യമാണ്. ഈ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഉള്ളത്തിൽ ഒരു ധൈര്യം ഉണ്ടാകേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുക. സ്തോത്രം. യേശുവിന്റെ രക്തം നമുക്ക് ധൈര്യത്തിന് കാരണമാണെങ്കിൽ പ്രശ്നത്തെ കണ്ട് ഭയന്ന് പിന്നോട്ട് പോകാനുള്ളവനല്ല നീ. പ്രശ്നത്തെ കണ്ട് ഭയന്ന് മാറാനുള്ളവനല്ല നീ. പ്രശ്നത്തെ കണ്ട് നിരാശപ്പെടാനുള്ളവനല്ല നീ. പിന്നെ പ്രശ്നത്തെ കണ്ട് അപ്പ എന്ന് വിളിച്ച് അപ്പന്റെ അടുക്കലേക്ക് പോകുവാൻ തക്കവണ്ണം നീ ധൈര്യപ്പെടേണ്ടിയിരിക്കുന്നു. മടുത്തുപോയ, ക്ഷീണിച്ചുപോയ, വേദനിക്കുന്ന, ഭയപ്പെടുന്ന മനസ്സുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ശക്തി പ്രാപിക്കണം. ഹല്ലേലൂയ. എനിക്ക് കടമുണ്ട്, എനിക്ക് രോഗമുണ്ട്, എനിക്ക് പ്രശ്നമുണ്ട്, എനിക്ക് പ്രതികൂലമുണ്ട് എന്ന് നമ്മൾ അനുഭവങ്ങൾ വേദനയോടെ പങ്കുവയ്ക്കുന്നതിന് പകരമായി ഈ പ്രശ്നങ്ങളെ നോക്കി എനിക്കൊരു അപ്പനുണ്ടെന്ന് പറയുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, എനിക്കൊരു പിതാവുണ്ടെന്ന് പറയുവാൻ തക്കവണ്ണം ഇന്ന് പകൽ ഒരു ധൈര്യം നമ്മുടെ അകത്തുണ്ടാകണം. എല്ലാവരും അല്പസമയം ദൈവസന്നിധിയിൽ നിന്ന് ഹൃദയം പകർന്നാട്ടെ. ഇന്ന് പകൽ ഒരു ധൈര്യം ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ തലമുറകളായി, നാളുകളായി നീ വേദനിക്കുമാറ്, നീ ഭാരപ്പെടുമാറ് പ്രശ്നങ്ങളെ കൊണ്ടുവച്ച് വഞ്ചിക്കുന്ന ആത്മമണ്ഡലം, പോസ്റ്റിന്റെ വ്യാപാരങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറാൻ കൽപ്പിക്കുന്നു. ഉള്ളങ്ങളിൽ ധൈര്യമുണ്ടാകട്ടെ, ഉള്ളങ്ങളിൽ ധൈര്യമുണ്ടാകട്ടെ.
അല്പസമയം ആത്മാവിലൊന്ന് ജാഗരിച്ചേ. റബദന ഷൈഡന രഗസി. ഹല്ലേലൂയ. നിന്റെ പാപങ്ങളെ അവൻ ക്ഷമിച്ചിരിക്കുന്നതുകൊണ്ട്, നിന്റെ അകൃത്യങ്ങളെ അവൻ ക്ഷമിച്ചിരിക്കുന്നത് കൊണ്ട് ഇനി പിശാചിന് അത് പറഞ്ഞ നിന്റെ മേൽ ഇതിനെ തുടരാൻ പറ്റത്തില്ല. എത്ര തലമുറകൾ കൈമാറി വന്നതാണെങ്കിലും, എത്ര വർഷങ്ങളുടെ പാരമ്പര്യമുള്ളതാണെങ്കിലും, ഇന്ന് പകൽ നിന്റെ അകത്ത് ധൈര്യം ഉണ്ടായേ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവ് ധൈര്യത്തെ കൈമാറുകയാ. എനിക്കൊരപ്പനുണ്ടെന്ന് പറയുവാൻ, നിന്നെ മനസ്സിലാക്കാൻ ആരുമില്ലെങ്കിലും, നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലെങ്കിലും, അവൻ ഹല്ലേലൂയ, നിന്റെ ഉള്ളം പലപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ കഴിയാതെ, വെളിപ്പെടുത്താൻ കഴിയാതെ നീ ഉള്ളത്തിൽ ഞരങ്ങുന്നുണ്ടെങ്കിലും, ഇന്ന് പകൽ നാമൻ ഹല്ലേലൂയ യേശുവിന്റെ രക്തം നിനക്ക് ധൈര്യമായി മാറത്തക്കവണ്ണം ആത്മപ്രവൃത്തി നമ്മുടെ മുമ്പിൽ വെളിപ്പെടുന്നതിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ഇന്ന് പകൽ സൂമിലും ഇവിടെയുമായി നമ്മൾ കൂട്ടായ്മയ്ക്കായി കടന്നു വന്നിരിക്കുമ്പോൾ, കൂട്ടായ്മയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത് പിതാവ് പുത്ര പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നേ. യേശു പറഞ്ഞില്ലേ, 2-3 എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാനുണ്ടാവും. സ്തോത്രം. നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. പിതാവുള്ളിടത്ത് പുത്രനുണ്ട്, പുത്രനുള്ളിടത്ത് പരിശുദ്ധാത്മാവുണ്ട്. ആ ദൈവീയ തൃത്വം നമ്മുടെ നടുവിലുണ്ട്. അഥവാ കൃപാസനം നമ്മുടെ നടുവിലുണ്ട്. സഭായോഗങ്ങൾ, വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടുമ്പോൾ, 2 പേർ യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ, 2 പേർ വിശ്വാസത്തോടെ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ കർത്താവിന്റെ കൃപാസനമാ വെളിപ്പെടുന്നേ. മേഴ്സി സീറ്റ് അവിടെ വെളിപ്പെടുകയാ. അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. ഇന്ന് പൽക്കാലം നീ ധൈര്യത്തോട് അടുത്തു വന്നാൽ ഇത് ജീവനുള്ള പുതുവഴിയാകയാൽ നീ നിൽക്കുന്നത് ജീവനുള്ള പുതുവഴിയിലാകയാൽ യേശുവിന്റെ നാമത്തിൽ ആ ധൈര്യത്തോടെ നീ അടുത്തു വന്നാൽ പിതാവിങ്കൽ നിന്ന് ഇന്ന് മുതൽ ചില കൈമാറ്റങ്ങൾ, ജീവന്റെ കൈമാറ്റങ്ങൾ, വാഗ്ദത്തങ്ങളുടെ കൈമാറ്റങ്ങൾ ഇന്ന് മുതൽ സംഭവിക്കുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന വിശുദ്ധ ജനമേ, നിങ്ങളുടെ മനസ്സുകൾ ശക്തിപ്പെടണം. ഇന്ന് പകൽ നിന്റെ സൗഖ്യത്തിന്റെ പകലാണ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ നിറവേറലിന്റെ പകലാണ്. ഇന്ന് പകൽ നിന്റെ അനുഗ്രഹത്തിന്റെ പകലാണ്. ഹല്ലേലൂയ. നീ വന്നിരിക്കുന്നത് പിതാവിന്റെ അടുക്കലാണ്. യേശുവിന്റെ രക്തം നിനക്ക് ധൈര്യത്തിനായി നിനക്ക് അവിടെ തളിച്ചിട്ടുണ്ട്. ഇത് അവന്റെ ദേഹം കീറി സ്ഥാപിച്ച പുതുവഴിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർ ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു? സഭായോഗത്തെ ഉപേക്ഷിക്കുന്നു, കൂട്ടായ്മയെ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യത്തിലേക്ക് വരുവാൻ, അപ്പന്റെ അടുക്കിലേക്ക് വരുവാൻ പലരും മടിക്കുന്നു. ഹല്ലേലൂയ. അവർക്ക് മറ്റു പല കാര്യങ്ങളാണ് അവർക്ക് പ്രയോറിറ്റി. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. കാഴ്ചയിൽ നമുക്കൊന്നും കാണാനില്ല, അല്ലേ? നമുക്കൊത്തിരി പരിമിതികളുണ്ട്, കാണുന്നത് പലതുമാണ്. പക്ഷെ അപ്പോസ്തലൻ പറയുക, ഗ്ലോറി ടു ഗോഡ്, പ്രിയമുള്ളവരെ, നീ വന്ന് നിൽക്കുന്നത് നീ കൂട്ടായ്മയ്ക്ക് വരുവാൻ ഒരുങ്ങുമ്പോൾ ആ ഫെലോഷിപ്പിനകത്ത്, ദൈവസഭയുടെ ഫെലോഷിപ്പിനകത്ത് 2 പേര് തമ്മിലുള്ള കൂട്ടായ്മയ്ക്കകത്ത് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ, ഒരുമിച്ച് കൂടാമെന്ന് പറയുമ്പോൾ, നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മ നടത്താമെന്ന് പറയുമ്പോൾ അത് പിതാവിന്റെ അടുക്കിലേക്കുള്ള നിന്റെ പ്രവേശനമാണ്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. വിശ്വസിക്കുന്നവർ ആമേൻ പറ. ഹല്ലേലൂയ. അവിടെ ദൈവ സാന്നിധ്യത്തിലേക്ക്, അതായത് പഴയകാല നിയമത്തിൽ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രം തൻ്റെ പാപത്തിനും ജനത്തിൻ്റെ പാപത്തിനുമായി യാഗം കഴിച്ച മൃഗത്തിൻ്റെ രക്തവുമായി പ്രവേശിക്കാനേ പറ്റത്തുള്ളായിരുന്നു. അവിടെ ഒറിജിനൽ അല്ല ഉള്ളത്, അവിടെ നീഴലാ ഉള്ളേ. ഹല്ലേലൂയ. അവിടെ പോയി അവർ യാഗം കഴിച്ച് തൃപ്തിപ്പെട്ട് മടങ്ങിപ്പോരുക. എന്നിട്ട് വീണ്ടും ഇതേ പ്രവൃത്തി ആവർത്തിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അങ്ങനല്ല. ഹല്ലേലൂയ. എപ്പോഴൊക്കെ നമ്മൾ മുട്ടുമടക്കുന്നോ, എപ്പോഴൊക്കെ അപ്പ എന്ന് വിളിക്കുന്നോ, അപ്പോഴൊക്കെ ആ മേഴ്സി സീറ്റ്, ആ പിതാവിന്റെ സാന്നിധ്യം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുകയാ. വിശ്വസിക്കുന്നവർ ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ.
അവൻ അങ്ങനെയാണെങ്കിൽ രണ്ടുപേർ ഒരുമിച്ച് കൂടുന്നത്, അവൻ വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടുന്നത്, ഒരുമിച്ച് സംസാരിക്കുന്നത്, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്, ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുന്നത്, അവൻ ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. കാരണം അമൻ സ്തോത്രം, നമ്മൾ വന്നു നിൽക്കുന്നത് ജീവനുള്ള പുതുവഴിയിലാണ്. നീ ശകലം പോലും നിരാശപ്പെടണ്ട, ശകലം പോലും ഭയപ്പെടണ്ട. കാരണം അവൻ ഒരു ദോഷവും നിനക്ക് വരാതെ വണ്ണം യേശുവിന്റെ രക്തം നിനക്ക് വേണ്ടി തളിക്കപ്പെട്ടിട്ടുണ്ട്. അവൻ നിന്നെ നോക്കിയാൽ, നിന്നെ പരിശോധിച്ചാൽ ഒത്തിരി കുറവുകളുണ്ട്, ഒത്തിരി കുറ്റങ്ങൾ നിന്നെ കുറിച്ച് പറയാനുണ്ട്. അവൻ സ്തോത്രം, നിന്നെ കുറിച്ച് ഒരു നന്മയും പറയാനില്ലായിരിക്കാം. പക്ഷെ പിതാവിന്റെ സന്നിധിയിൽ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി എനിക്കും നിനക്കും വേണ്ടി സംസാരിക്കുന്ന ഒരു രക്തമുണ്ട്. ഈ രക്തം ഇന്ന് പകൽ നിനക്ക് ധൈര്യമാകണം. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. എന്ത് വിഷയമായിക്കൊള്ളട്ടെ, അവൻ നിന്നെ ഭാരപ്പെടുന്ന വിഷയം എന്തുമായിക്കൊള്ളട്ടെ, അവൻ സ്തോത്രം, നീ വന്നു നിൽക്കുന്നത് അപ്പന്റെ അടുക്കലാണെന്ന്, അപ്പന്റെ മടിയിലാണെന്ന്, ഓ എന്റെ സ്വർഗീയ പിതാവിന്റെ അടുക്കലാണ് ഞാൻ വന്നു നിൽക്കുന്നത് എന്നുള്ള ആഴമേറിയ വെളിപ്പാട് നിന്റെ അകത്ത് വ്യാപരിക്കണം. ഹല്ലേലൂയ. അവൻ എല്ലാവരും തള്ളുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ, ഭാരപ്പെടുമ്പോൾ അപ്പ എന്ന് നിന്റെ അകത്തുനിന്ന് വിളിക്കുന്ന ഒരു വിളിയുണ്ടല്ലോ, ആ വിളി അവൻ നേരെ അപ്പന്റെ ചെവിയില ചെല്ലുന്നതാണ്. അല്ല, അത് അപ്പന്റെ മടിയിൽ ഇരുന്നാ നീ വിളിക്കുന്നതെന്ന്. അവൻ നിനക്കൊരു ധൈര്യം വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിത് പറയുന്നത് അവൻ സ്തോത്രം, ക്ഷീണിച്ചു പോയ മനസ്സുകളാണ് നമ്മുടേത്, വഞ്ചിക്കപ്പെട്ട മനസ്സുകളാണ് നമ്മുടേത്, പലപ്പോഴും നിരാശപ്പെടുകയും ഭാരപ്പെടുകയും ചെയ്യുന്ന മനസ്സുകളാണ് നമ്മുടേത്. കുറ്റം ചുമത്തപ്പെട്ട് കുറ്റം കേട്ട് മടുത്തുപോയ ക്ഷീണിച്ച മനസ്സുകളാണ് നമ്മള്. പക്ഷെ വചനം പറയുന്നു, അവൻ പിതാവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ അവൻ ധൈര്യത്തിനായി അവന്റെ രക്തമുണ്ട്. ഇന്ന് പകൽക്കാലം യേശുവിന്റെ രക്തത്താൽ നിന്റെ അകത്തൊരു അസാധാരണ ധൈര്യം ഉണ്ടാകണം. പ്രശ്നങ്ങളെ കണ്ട് ഭയപ്പെട്ട് നോക്കാനല്ല, പ്രശ്നങ്ങളെ കണ്ട് കരയാനല്ല, അവൻ മുൻപിൽ നിൽക്കുന്ന തടസ്സങ്ങളെ കണ്ടിട്ട് അവൻ നെടുവീർപ്പിടാനല്ല, പകരം എന്റെ അപ്പനുണ്ടെന്ന് പറയുവാൻ തക്കവണ്ണം അസാധാരണ ഒരു ധൈര്യം ഇന്ന് മുതൽ ഉള്ളങ്ങളിൽ വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ആർക്കെങ്കിലും പ്രശ്നങ്ങൾ വലുതായി തോന്നുന്നെങ്കിൽ, ആർക്കെങ്കിലും പ്രതികൂലങ്ങൾ വലുതായി തോന്നുന്നെങ്കിൽ ഈ വചനം വെച്ച് നീ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, കർത്താവേ എന്നെ ധൈര്യപ്പെടുത്തണം. എൻ്റെ യേശുവിൻ്റെ രക്തം അവൻ അങ്ങയുടെ സന്നിധിയിൽ തളിക്കപ്പെട്ടത് എനിക്ക് ധൈര്യത്തോടെ അടുത്തു വരാനാ. അവൻ സ്തോത്രം, എനിക്ക് ആ ധൈര്യം കിട്ടുന്നില്ല. കുറ്റങ്ങൾ കേട്ട് അവൻ കുറവുകൾ കണ്ട് അവൻ ബലഹീനപ്പെട്ടു പോയ മനസ്സാ. ഇന്ന് പൽക്കാലം ഈ മനസ്സിനെ കർത്താവ് ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, നീ ദൈവത്തിൻ്റെ മകനാണ്, നീ ദൈവത്തിൻ്റെ മകളാണ്. അവൻ്റെ രക്തം നിന്നെ നീതീകരിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, നീ ജീവനുള്ള പുതുവഴിയിലാണ് നിൽക്കുന്നത്. നിന്റെ അവകാശം മരണമല്ല, നിന്റെ അവകാശം ജീവനാ. അവൻ നിന്റെ അവകാശം ശാപമല്ല, നിന്റെ അവകാശം അനുഗ്രഹമാ. നിന്റെ അവകാശം താഴ്ചയല്ല, നിന്റെ അവകാശം ഉയർച്ച തന്നെയാ. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. യേശുവിൻ്റെ രക്തം നമുക്ക് ധൈര്യത്തിനായുണ്ട്. ആമേൻ, ഹല്ലേലൂയ. മാത്രമല്ല ആമേൻ, സ്തോത്രം, ആമേൻ, ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതൻ നമുക്ക് വേണ്ടിയുണ്ട്. ഹല്ലേലൂയ. നിന്നെ അസിസ്റ്റ് ചെയ്യാൻ ദൈവത്തിനും ആമേൻ നമ്മൾക്കും മധ്യേ, മനുഷ്യനും ബലഹീനനായ മനുഷ്യനും മധ്യത്തിൽ ആമേൻ നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ ഒരു നല്ല പുരോഹിതൻ നമുക്കുണ്ട്. അവനാരാ? സ്വന്തം ജീവൻ തന്നവനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. നിന്റെ പ്രാസമോ, നിന്റെ പ്രസംഗ ശൈലിയോ, നിന്റെ പ്രാർത്ഥനാ ശൈലിയോ, നിന്റെ കണ്ണുനീരോ ഒന്നുമല്ല അവൻ നോക്കുന്നത്. ആമേൻ, സ്തോത്രം. നിനക്ക് വേണ്ടി സ്വന്തം ജീവൻ തന്നവനാ അവൻ. ഹല്ലേലൂയ. നിന്റെ സകല വേദനയും സഹിച്ച സാക്ഷാൽ നമ്മുടെ വേദനകളെ ചുമന്നവനാണ് അവൻ, നമ്മുടെ ഭാരങ്ങളെ അവൻ വഹിച്ചവനാണ് അവൻ. ഹല്ലേലൂയ. സകല ഭാരവും പാപവും അവൻ വിട്ട് ധൈര്യമായി അവൻ അടുത്തു വാ. നിനക്ക് വേണ്ടി ഒരു പുരോഹിതൻ അഡ്വാൻസായി പിതാവിന്റെ സന്നിധിയിൽ നിൽപ്പുണ്ട്. ചേർന്ന് അവൻ പറഞ്ഞാട്ടെ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് കൂട്ടായ്മയുടെ പ്രാധാന്യം മനസ്സിലാകുന്നുണ്ട്? പ്രൈസ് ഗോഡ്. നീ എപ്പോഴൊക്കെ കൂട്ടായ്മയ്ക്ക് വരുന്നോ, കൂട്ടായ്മയ്ക്ക് വരിക എന്ന് പറഞ്ഞാൽ വന്നു പോകുന്ന കാര്യമല്ല പറയുന്നത്. എപ്പോഴൊക്കെ നിന്റെ ഉള്ളം കൂട്ടായ്മയിലായിരിക്കുന്നോ, ഫെലോഷിപ്പിലായിരിക്കുന്നോ, അപ്പോഴൊക്കെ നീ ജീവനുള്ള പുതുവഴിയില്ല.
അപ്പോഴൊക്കെ യേശുവിൻ്റെ രക്തത്തിൻ്റെ ധൈര്യം നിൻ്റെ അകത്ത് കത്തണം. അപ്പോഴൊക്കെ മഹാപുരോഹിതൻ നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. അല്ല, ഇതൊക്കെ എപ്പോഴും നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ മനസ്സിനാ പ്രശ്നം കിടക്കുന്നേ, അല്ലേ? നമുക്കാ പ്രശ്നം. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും. അയ്യോ, ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരാ. ഗ്ലോറി ടു ഗോഡ്. പഴയ നിയമത്തിൽ കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം ജനത്തിന്മേൽ കുടയുമ്പോൾ അവർക്ക് ജഡീയ ശുദ്ധി വരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഉള്ളതിനൊരു മാറ്റമില്ല. പക്ഷെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിൽ ഹല്ലേലൂയ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടു. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം അവൻ നിർജീവ മനസാക്ഷിയെ പോക്കി നമ്മളെ ശുദ്ധീകരിച്ചു. ഹല്ലേലൂയ. ഹൃദയം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? ആമേൻ, സ്തോത്രം. നമ്മുടെ മൈൻഡ്, ഭയമുള്ള മൈൻഡ്, നിരാശപ്പെടുന്ന മൈൻഡ്, കുറ്റം പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ബലഹീനതകളെ ആമേൻ കണ്ട് ഭയപ്പെട്ടു പോയ മനസ്സ്, അല്ലെ? നഗ്നത കണ്ട മനസ്സ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഇവിടെ പറയുക, ആമേൻ, സ്തോത്രം, ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരാ നാം. ഹല്ലേലൂയ. ആമേൻ. നീ ഭയപ്പെടേണ്ട ആവശ്യമില്ലെന്നേ. ഹല്ലേലൂയ. നിനക്ക് ധൈര്യമാകാൻ പറ്റും. എനിക്കിങ്ങനെ വരത്തുള്ളൂ എന്ന് ചിന്തിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ആമേൻ. ഹൃദയത്തിൽ തളിക്കപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ വരുള്ളൂ എന്ന് പറയുന്നതിൻ്റെ കാരണം? പാപം, അതിൻ്റെ തിന്മ, അല്ലേ? അതുകൊണ്ട് നമ്മളെപ്പോഴും പറയും, നിങ്ങളെ ശോധന ചെയ്യാൻ പറയുന്നത്. നിങ്ങളെ അല്ല ശോധന ചെയ്യേണ്ടിയേ. ഗ്ലോറി ടു ഗോഡ്. നിങ്ങളെ ശോധന എന്താ കിട്ടും? ഒന്നിനും കൊള്ളത്തില്ലെന്ന് മനസ്സിലാവും. ഹല്ലേലൂയ. കൊള്ളത്തിനെന്ന് മനസ്സിലായാൽ രക്ഷപ്പെട്ടു. നമ്മൾ കൊള്ളത്തില്ലെന്ന് മനസ്സിലാക്കത്തില്ല, നമ്മൾ കൊള്ളുന്നവരാക്കാൻ ശ്രമിക്കും. ഹല്ലേലൂയ. അതോടെ സകലതും പോവും. ഹല്ലേലൂയ. കാരണം സകല പുകഴ്ചയും സകല ആരാധനയും സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിനാ. ഹല്ലേലൂയ. നമ്മൾ ശുദ്ധവെള്ളത്താൽ ദുർബനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരാ. ആമേൻ. ജീവനുള്ള ദൈവത്തെ അപ്പ എന്ന് വിളിച്ച് അടുത്ത് ചെല്ലാൻ നിനക്കൊരു നല്ല മനസ്സ് ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തെ വിളിക്കാൻ, ദൈവത്തോട് അടുത്ത് ചെല്ലാൻ എൻ്റെ മനസ്സ് പെർഫെക്റ്റാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അല്ലെ, അവിടെ ചെല്ലുമ്പം കർത്താവേ ഞാൻ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ, അല്ലേ, നിൻ്റെ മകനെന്ന് വിളിക്കാൻ യോഗ്യനല്ല എന്നൊന്നും പറഞ്ഞുകൊണ്ട് ആരും വരരുത്. മക്കളാ നമ്മൾ, അവകാശികളാ നമ്മൾ. അവൻ ദുർബനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരാ നമ്മൾ. ഹല്ലേലൂയ. അവൻ പത്രോസിൽ സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ശരീരം ഈ വെള്ളത്തിൽ മുങ്ങി സ്നാനമേൽക്കുമ്പോൾ അവൻ സ്തോത്രം അതെന്തിനു വേണ്ടി ഉള്ളതല്ലെന്നാണ് പറയുന്നത്. ശരീരം കഴുകാനുള്ള പരിപാടിയല്ല അത്. പിന്നെയോ ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കുള്ള അപേക്ഷയായത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നല്ല മനസാക്ഷി ഞാൻ പറയാം, ദൈവം ചെയ്യുമോ? അല്ലേ, ദൈവം അവരെയൊക്കെ സൗഖ്യം, എന്നെ സൗഖ്യമാക്കുമോ? എനിക്കൊരു കൺഫ്യൂഷനാ. ദൈവം ശിക്ഷിക്കുമോ? ചിലരൊക്കെ പറയുന്നുണ്ട് ദൈവം അടിക്കും. ഹല്ലേലൂയ. അവരുടെ മനസാക്ഷിക്കൊന്നും ഒരു ബോധവും വന്നിട്ടില്ല. അതുകൊണ്ടാ. ഹല്ലേലൂയ. ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരാ നമ്മൾ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അപ്പ എന്ന് വിളിച്ചടുത്ത് ചെല്ലുമ്പോൾ എന്താ പറയുക, അപ്പനെ ഞാൻ തോളലെടുത്തോണ്ട് പോകത്തക്കവണ്ണം, അപ്പനെ അടിച്ചോണ്ട് പോകാൻ തക്കവണ്ണം ഒരു ബന്ധത്തിലേക്ക്, ഒരു കൂട്ടായ്മയിലേക്ക് അവനെന്നെ കൊണ്ടുവന്നു എന്നുള്ള തൻ്റെ ഇടം വേണം.
പാപം മൂലമാണ് ദൈവത്തിൽ നിന്ന് അകന്നുപോയേ. കർത്താവേ സഹായിക്കണേ എന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടാൽ, സഹായിക്കണേന്ന് പറയുന്നത് തെറ്റൊന്നുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ പറയുന്നത് കേട്ടാൽ അയലോകക്കാരുടെ പിള്ളേർ വന്ന് നിൽക്കുന്ന പോലെ നിൽക്കുന്നേ. അത് മനസ്സാക്ഷിയിൽ പറ്റിയിരിക്കുന്ന പ്രശ്നമാണ്. നിർജീവ മനസ്സാക്ഷിയിൽ പറ്റിയതായത് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ ദുർമനസാക്ഷി നീങ്ങുമാറ് അവൻ ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരാ നാം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞാൽ അപ്പൻ എൻ്റെ കൂടെ. ഹല്ലേലൂയ. ഗ്ലോറി. ഞാൻ വിളിച്ചാൽ ആ വിളിക്ക് അപ്പുറം അപ്പം പോകത്തില്ല. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ചേർന്നൊരമേൻ പറ. ആരുടെയെങ്കിലും ഉള്ളത്തിൽ എനിക്ക് വേണ്ടി ദൈവം ഇന്ന് പ്രവർത്തിക്കുകയില്ലെന്ന്, ആരുടെയെങ്കിലും ഉള്ളത്തിൽ ദൈവത്തിന് എന്നെ സഹായിപ്പാൻ കഴിയത്തില്ല എന്ന്, അവൻ എൻ്റെ വിഷയത്തിൽ ദൈവം എല്ലാവരെയും സഹായിക്കും, പക്ഷെ എൻ്റെ വിഷയത്തിൽ വിടുതലില്ല എന്ന് തോന്നുമാറ് മനസ്സിൽ എന്തെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദുഷ്ടപിശാചിൻ്റെ ആമേൻ ആമേൻ ആ ദുരാത്മാവിൻ്റെ മണ്ഡലം ഇപ്പോൾ അഴിയണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ അപ്പനെ എനിക്ക് ഒട്ടും സംശയമില്ല. സ്നേഹവാനായ ഒരു പിതാവായിരിക്കുള്ളത്. ഹല്ലേലൂയ. ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരാ നമ്മൾ. അപ്പോസ്തലൻ പറയുക, ആമേൻ സ്തോത്രം, നീ കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ, നീ കൂടി വരുമ്പോൾ, നീ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ, ആമേൻ സ്തോത്രം, എൻ്റെ കുഞ്ഞ് എന്തിനാ വരുന്നതെന്ന് കേൾക്കാൻ കൊതിയോടെ നിൽക്കുന്ന നല്ലൊരു പിതാവുള്ളേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അല്ലേ? നമ്മളാ മുടിയൻ പുത്രൻ്റെ സംഭവം നമുക്കറിയാം അല്ലേ? അവൻ പോയി എല്ലാം നശിപ്പിച്ചിട്ട് അവൻ വീട്ടിലേക്ക് വരുന്നത് ഒരു എന്താ വേലക്കാരിലൊരുവനായിട്ട് ജീവിക്കാനാണ് വരുന്നത്. അത്രയെങ്കിലും അവന് കിട്ടിയാൽ മതി. ഗ്ലോറി ടു ഗോഡ്. ദൂരവേ അവനെ കണ്ടോടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിക്കുന്ന ഒരു അപ്പൻ. ഹല്ലേലൂയ. അവൻ അപ്പന് മാറ്റമൊന്നുമില്ല കേട്ടോ. നിന്റെ ഉള്ളമ്മ മാറണ്ടേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്റെ ഉള്ളത്തിൽ ആമേൻ സ്തോത്രം കാൽവരി ക്രൂശിലൂടെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം അവൻ നിന്റെ അകത്ത് വ്യാപരിച്ച ദുർമനസാക്ഷിയെ അവൻ മാറ്റം ചെയ്തു. നല്ല മനസ്സായി നമുക്ക് ദൈവത്തോട് അടുത്തു വരാൻ പറ്റും. എനിക്കിത് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലാക്കി തരാൻ പറ്റുന്നില്ല. എത്ര പേരുടെ അകത്ത് ഇത് കിട്ടുന്നുണ്ട്. ആമേൻ. എൻ്റെ അപ്പൻ എന്നോട് ഒരു പിണക്കവുമില്ല. ആമേൻ. നീ സൗഖ്യമാകുന്നതിൽ, നീ അനുഗ്രഹിക്കപ്പെടുന്നതിൽ, ആമേൻ, നീ നന്മ പ്രാപിക്കുന്നതിൽ, ആമേൻ, നീ വർദ്ധിക്കുന്നതിൽ, നീ അനുഗ്രഹിക്കപ്പെടുന്നതിൽ സന്തോഷിക്കുന്ന ഒരു പിതാവാ നിനക്കുള്ളേ. ഹല്ലേലൂയ. ആരെല്ലാം നിനക്കെതിരെ കുറ്റം പറഞ്ഞാലും, ആരെല്ലാം നിന്നെ തള്ളി പറഞ്ഞാലും, ആമേൻ സ്തോത്രം, ഇന്ന് പകൽക്കാലം നീയെങ്കിലും പറയണം എൻ്റെ അപ്പൻ സ്നേഹവാനാണെന്ന്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഗ്ലോറി ടു ഗോഡ്. ഗ്ലോറി ടു ഗോഡ്. ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ആമേൻ. ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരാ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഇതൊക്കെ ആമേൻ സ്തോത്രം. ഈ പഴയ യാഗത്തിൻ്റെ പ്രത്യേകത ജഡിക ശുദ്ധിയെ വരുത്തത്തുള്ളൂ. സ്തോത്രം. ഈ യേശുവിൻ്റെ കാൽവരി യാഗത്തിൽ സംഭവിച്ചത് നമ്മുടെ ഇൻസൈഡ് ക്ലെൻസായി. മനസ്സാക്ഷി, ഈ പൊല്യൂട്ടഡായ മനസ്സ്, ദൈവത്തോട് അകന്നുപോയ മനസ്സ്, ആമേൻ, ആ മനസ്സ് മാറി. ആമേൻ ആമേൻ. ദുർമനസാക്ഷി നമ്മുടെ നീങ്ങി നല്ല മനസ്സാക്ഷിയായി. ഹല്ലേലൂയ. ആമേൻ. ശുദ്ധ വെള്ളത്താൽ ജഡിക ശുദ്ധി, ശരീരശുദ്ധി. ആമേൻ സ്തോത്രം. ആമേൻ. അത് സ്നാനമാകാം, വചനമാകാം, രണ്ടും ഓക്കെയാ ഇല്ലേ? വചനത്താലും വെള്ളത്താലും, ആമേൻ ആമേൻ, സ്നാനത്താലും. ഹല്ലേലൂയ. നമ്മൾ ജഡീയ ശുദ്ധി പ്രാപിച്ചവരാ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ അകവും പുറവും ഒരുപോലെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കാൽവറി യാഗം നിമിത്തം ക്ലെൻസായവരാ. ഹല്ലേലൂയ. ഗ്ലോറി. ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം. ഹല്ലേലൂയ. എന്താ വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം? നീ വിശ്വാസത്തിലാണെന്ന് ഭയങ്കര ഉറപ്പ് വേണം നിൻ്റെ അകത്ത്. ഹല്ലേലൂയ. സ്തോത്രം.
ഞാൻ ഒരിക്കൽ കൂടെ പറയാം, നമ്മൾ നമ്മളിലേക്ക് നോക്കുന്നതുകൊണ്ട് പലപ്പോഴും നമുക്ക് വിശ്വാസത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ വിഷയം അല്ലേ? ആമേൻ. തൻ്റെ ശരീരത്തിന് 100 വയസ്സുണ്ടെന്നും ശരീരം നിർജ്ജീവമാണെന്നും. ആമേൻ. 100 വയസ്സുണ്ട്, ശരീരം നിർജ്ജീവമാണ്. ഓക്കെ, എന്ത് സംഭവിച്ചില്ല? അവനെന്ത് ചെയ്തില്ല? വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഹല്ലേലൂയ. അവൻ തൻ്റെ മൈൻഡിനെ വിശ്വാസത്തിൽ നിർത്തി. എന്താ വിശ്വാസം? 100 വയസ്സുണ്ടെന്ന്, തൻ്റെ ശരീരം നിർജ്ജീവമാണ്, ഭാര്യയുടെ ഗർഭപാത്രം നിർജ്ജീവമാണ്. ഹല്ലേലൂയ. അവൻ എന്തോ വിശ്വസിക്കുന്നേ? എനിക്ക് കുട്ടി ഉണ്ടാകുമെന്നാ. ഹല്ലേലൂയ. അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല എന്ന് പറഞ്ഞാൽ താൻ അനുഭവിക്കുന്ന, കടന്നു പോകുന്ന അവൻ ആ റിയാലിറ്റി, ആ സത്യം, അതിനോട് മനസ്സ് വിട്ടുകൊടുക്കാതെ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവൻ്റെ മനസ്സിനെ അവൻ മെയിൻറ്റെയിൻ ചെയ്തു. അവൻ വിശ്വാസത്തിൽ നിന്നു. ഹല്ലേലൂയ. അവനറിയാം അവന് 100 വയസ്സാണെന്ന്. അവനറിയാം, ഗ്രഹിച്ചു. അവന് നല്ല ബുദ്ധിയിൽ അറിയാം തൻ്റെ ശരീരം നിർജ്ജീവമാണെന്ന്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ആമേൻ. തനിക്ക് സാധ്യമല്ല എന്ന് മെഡിക്കലി അല്ലെങ്കിൽ ഫിസിക്കലി അവന് നല്ല ഉറപ്പാണ്. ഹല്ലേലൂയ. എന്നിട്ടും അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അവൻ്റെ മനസ്സിൽ തോന്നിക്കാണും, എന്തുവാ, 100 വയസ്സില്ലയോ അല്ലേ? അവൻ ചോദിച്ച ദൈവത്തോട്, ഈ 100 വയസ്സുള്ളവൻ ഇനി പിള്ളേരുണ്ടാകുമോ? ഹല്ലേലൂയ. അത് ഈ വിശ്വാസം വരുന്നതിന് മുമ്പാണ്, വാഗ്ദത്തം കിട്ടുന്നതിന് മുമ്പാണ്. ഹല്ലേലൂയ. അപ്പം സ്വാഭാവികമായിട്ടും ആ 100 വയസ്സ് അങ്ങനെ തന്നെ നിലനിൽക്കുക, നിർജ്ജീവത്വം അങ്ങനെ തന്നെ നിലനിൽക്കുക. പക്ഷെ എന്ത് സംഭവിച്ചില്ല? വിശ്വാസത്തിൽ ക്ഷീണിക്കാൻ അവൻ അനുവദിച്ചില്ല. അയ്യോ, ഇത് നടക്കുമോ എന്നവൻ ചിന്തിച്ചില്ല. അവനോട് പറഞ്ഞു, അവൻ തന്നോട് തന്നെ പറഞ്ഞു, എൻ്റെ ഭാര്യ ഗർഭം ധരിക്കും, എനിക്കൊരു മകനെ പ്രസവിക്കും. അതാര് പറഞ്ഞതാ? ഡോക്ടർ പറഞ്ഞതല്ല. അതാര് പറഞ്ഞതാ? അച്ചാച്ചൻ പറഞ്ഞതല്ല. അതവൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. പ്രത്യാശയുള്ളവർ ആമേൻ വാഗ്ദത്തത്തെ ഒന്ന് മുറുകെ പിടിച്ചേ. ഹല്ലേലൂയ. അത് സംഭവിക്കുമെന്ന് പറഞ്ഞേ. വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം. ഹല്ലേലൂയ. ഇന്ന് പകൽ തടസ്സങ്ങളെ കണ്ടിട്ട്, സാഹചര്യങ്ങളെ കണ്ടിട്ട്, അനുഭവങ്ങളെ കണ്ടിട്ട് വേവർ ചെയ്യുന്ന ഒരു മനസ്സിനല്ല, അവൻ വിശ്വസിക്കുന്നവർക്കാണ് അവൻ അപ്പന്റെ കാരുണ്യം, അപ്പന്റെ സാന്നിധ്യം, അപ്പന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോന്നേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഗ്ലോറി ടു ഗോഡ്. ഗ്ലോറി ടു ഗോഡ്. വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം. ഹല്ലേലൂയ. ദൈവം പ്രവർത്തിക്കുമെന്നേ, എൻ്റെ ദൈവം തരുമെന്നേ. ആ വാഗ്ദത്തത്തെ നോർത്ത് പറഞ്ഞേ. എന്തുമായിക്കൊള്ളട്ടെ, നിന്റെ ആത്മീയ ശുശ്രൂഷ ആയിക്കൊള്ളട്ടെ, നിന്റെ കുടുംബജീവിതമായിക്കൊള്ളട്ടെ, നിന്റെ കുഞ്ഞുങ്ങളുടെ വിഷയമായിക്കൊള്ളട്ടെ, ഭാവിയുടെ വിഷയങ്ങളായിക്കോട്ടെ, അവൻ തിരുവെഴുത്തിലൂടെയോ ഒരു പ്രവചന ദൂതിലൂടെയോ നിന്നോട് ദൈവം സംസാരിച്ചോ, നിന്റെ പ്രാർത്ഥനാമുറിയിൽ ദൈവം ഇടപെട്ടുള്ളവരോ എന്തുമായിക്കൊള്ളട്ടെ, അതിനെ ഒന്ന് ഒരു ആമേൻ പറഞ്ഞു തന്ന ആ വാഗ്ദത്തത്തെ ഏറ്റു പറഞ്ഞൊരു ആമേൻ പറഞ്ഞേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതിന്, ഞാൻ വർദ്ധിക്കുമെന്നുള്ളതിന്, സ്തോത്രം, ഞാൻ ദൈവിക പദ്ധതി എന്നിലൂടെ നിറവേറുമെന്നുള്ളതിന് ഒരു ആമേൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം. ഹല്ലേലൂയ. അതിന് ഓപ്പോസിറ്റാണ് നമ്മുടെ ജഡം നമ്മളോട് സംസാരിക്കുന്നത്. നിന്റെ പരിമിതികളെ, നിന്റെ അറിവുകളെ എടുത്തു കാണിക്കും. അറിവെന്താ കൊണ്ടുവരും? മരണത്തെ കൊണ്ടുവരും. അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം മരണത്തെ കൊണ്ടുവരും. ഹല്ലേലൂയ. വിശ്വാസം ജീവനെ കൊണ്ടുവരും. ഹല്ലേലൂയ. ആമേൻ. വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ പരമാർത്ഥ ഹൃദയം. ഹല്ലേലൂയ. പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തില്ല. ഉടായ്പ മനസ്സിൽ കാണിക്കല്ലേ. ഹല്ലേലൂയ. കള്ളത്തരം കാണിക്കല്ല. ഹല്ലേലൂയ.
പ്രിയ ദൈവത്തിലെ, ഇത് മുഴുവൻ കർത്താവ് നമുക്ക് വേണ്ടി കാൽവറി ചെയ്ത. ഗ്ലോറി ടു ഗോഡ്. ഈ അപ്പൻ്റെ അടുക്കിലേക്കുള്ള നമ്മുടെ പ്രവേശനത്തിന് സാധ്യമായി തീർന്നത് പുത്രൻ്റെ യാഗമാണ്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. ദൈവമാണിതെല്ലാം ചെയ്തത്. ഹല്ലേലൂയ. ശകലം പോലും നിൻ്റെ അകത്ത് നിൻ്റെ പ്രാർത്ഥന കൊണ്ടാണെന്ന്. ഹല്ലേലൂയ. നിൻ്റെ ഉപവാസം കൊണ്ടാണെന്ന്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. എവിടെയെങ്കിലും ആമേൻ ഞാൻ എന്ന് തോന്നരുത്. ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യമാണ് പറയുന്നത്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. പരമാർത്ഥ ഹൃദയത്തോടെ. ഹല്ലേലൂയ. കർത്താവേ, ഞാനൊരു പരാജയമാണെന്ന്, ഞാനൊരു കഴിവ് കെട്ടവനാണെന്ന് അല്ലേ, ധൈര്യമായിട്ട് നമുക്ക് അപ്പനോട് പറയാം. കാരണം അതാണ് നമ്മൾ. ഹല്ലേലൂയ. ക്രിസ്തുവിലാണ് നമ്മൾ ജയാളികളാകുന്നത്. ഒരു പരമാർത്ഥ ഹൃദയം ഉണ്ടാവണം. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. ഹല്ലേലൂയ. നമുക്ക് പറ്റാത്തത് അതാ. ഹല്ലേലൂയ. മറ്റുള്ളവർ കുറ്റം പറയും, മറ്റുള്ളവർ എന്ത് വിചാരിക്കും. എല്ലാവരുടെയും ചിന്തയാ മറ്റുള്ളവർ എന്ത് വിചാരിക്കും. അറ്റൻഷൻ. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എന്താണെന്ന് കാണിക്കുക. അതൊക്കെ ആയിക്കോട്ടെ. തമ്പുരാൻ്റെ അടുക്ക വരുമ്പം ഒരു പരമാർത്ഥ ഹൃദയം വേണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോസ്തലൻ പറയുന്ന 100 സാക്ഷി നീങ്ങുമാർ ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ ചെപ്പുണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലണം. ഹല്ലേലൂയ. ആമേൻ. ദുർമനസാക്ഷി നമ്മളിൽ നിന്ന് മാറിപ്പോണം. ഒരു നല്ല മനസ്സ് വരണം. ഹല്ലേലൂയ. എൻ്റെ ദൈവം എന്നെ കൈവിടത്തില്ലെന്ന്, ദൈവം എന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന്, മറ്റാർക്കും വിടുതൽ കിട്ടിയില്ലെങ്കിലും മറ്റാർക്ക് വേണ്ടിയും ദൈവം പ്രവർത്തിച്ചില്ലെങ്കിലും ഇന്ന് എനിക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരുമെന്ന്. ഹല്ലേലൂയ. ദൈവത്തെ സംശയിക്കരുത്, അപ്പനെ സംശയിക്കരുത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരാ നമ്മൾ. ഹല്ലേലൂയ. വചനത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരാ നമ്മൾ. ഗ്ലോറി ടു ഗോഡ്. സ്നാനത്തിൽ വെള്ളത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരാ നമ്മൾ. ഹല്ലേലൂയ. കഴുകപ്പെട്ടവരായി വിശ്വാസത്തിൻ്റെ പൂർണ്ണത. വിശ്വാസത്തെ ഹോൾഡ് ചെയ്യുക. വിശ്വാസത്തെ മാത്രം. മെഡിക്കൽ സയൻസ് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ അവൻ നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അനുഭവങ്ങൾ ഒത്തിരി ഉണ്ട്. അതെല്ലാം വിട്ടിട്ട് അല്ലേ, ഇതെല്ലാം നമുക്കറിയാം. എങ്കിലും മനസ്സിനെ ക്ഷീണിക്കാൻ അനുവദിക്കരുത്. വാഗ്ദത്തത്തെ പറഞ്ഞ് മനസ്സിനെ ശക്തിപ്പെടുത്തണം. ഹല്ലേലൂയ. പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുക. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഗ്ലോറി ടു ഗോഡ്. അടുത്ത വാക്യം വായിച്ചേ. പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക. ഗ്ലോറി ടു. ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ചെയ്യുന്ന കാര്യം പറയുന്നേ. പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. അടുത്തത്. ചിലർ ചെയ്യുന്നത് പോലെ. ചിലർ ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? അവർ കൂട്ടായ്മയെ, സഭായോഗത്തെ എന്ത് ചെയ്യുന്നില്ല? ഉപേക്ഷിക്കുന്നു. ചിലരതിനെ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. എവിടെയെങ്കിലും മനഃപൂർവമായി കൂട്ടായ്മ. ഹല്ലേലൂയ. അത് നിന്റെ അടുത്തിരിക്കുന്ന കൂട്ടു സഹോദരന്മായിട്ടോ സഹോദരിയുമായിട്ടോ ആണെങ്കിലും ദൈവസഭയുടെ കൂട്ടായ്മയാണെങ്കിലും മനഃപൂർവമായി നീ ഉപേക്ഷിക്കുന്നെങ്കിൽ, പ്രിയമുള്ളവരെ, പ്രിയ ദൈവത്തിലെ, ഈ കൂട്ടായ്മയ്ക്കകത്താ ഈ അപ്പൻ്റെ സാന്നിധ്യം നിനക്ക് അനുഭവമാകാൻ പോകുന്നത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ചർച്ച വരുമ്പോൾ മാത്രമെന്നല്ല അതിനർത്ഥം. ചർച്ചാണ് ഇമ്പോർട്ടൻ്റ്. സ്തോത്രം. ഈ ഫെലോഷിപ്പ് ഉണ്ടെങ്കിലേ വീട്ടിൽ നിനക്ക് ഈ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്. എത്ര ശുഭവും എത്ര മനോഹരവും. അവിടെയാണ് ശാശ്വതമായ ജീവൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. സഭായോഗത്തെ ഉപേക്ഷിച്ചാൽ സ്തോത്രം, ഈ പറഞ്ഞ പ്രൊട്ടക്ഷൻ ഒന്നും നമ്മുടെ മേൽ നിൽക്കത്തില്ല.
ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കേട്ടു അല്ലേ? ജീവനുള്ള പുതുവഴി എവിടെയാ? കൂട്ടായ്മയില, സഭയില. ഗ്ലോറി ടു ഗോഡ്. പിന്നെ യേശുവിൻ്റെ രക്തം ധൈര്യത്തിന് കാരണമുള്ള സഭയില. സഭയ്ക്കാണ് പുത്രൻ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദുർമനസാക്ഷി സഭയ്ക്കാണ് ദുർമനസാക്ഷി നീങ്ങിയിരിക്കുന്നത്. ഹല്ലേലൂയ. ശരീരം കഴുകപ്പെട്ടത് ഇല്ലെങ്കിൽ നമ്മളെല്ലാം ഇൻഡിവിജ്വല നമ്മുടെ മേലെല്ലാം ഇതെല്ലാം നിലനിൽക്കുക. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നവരാമേ പറഞ്ഞേ. ഹല്ലേലൂയ. കൂട്ടായ്മ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇതെനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഈ വചനം വീണ്ടും വീണ്ടും ഇവിടെ ശുശ്രൂഷിക്കുന്നത്. ഈ കൂട്ടായ്മയ്ക്കകത്ത് ശക്തമായ കൈമാറ്റം നടക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇവിടെ ഈ പാവിരിക്കുന്നവരും ക്ലീൻ ചെയ്യുന്നവരും ക്യാമറയെ പിടിക്കുന്നവരും കീബോർഡ് വായിക്കുന്നവരും പാടാൻ നിൽക്കുന്നവരും ഒക്കെ നോർമലായിട്ട് വന്ന് നിൽക്കരുത്, സാധാരണമായി നിൽക്കരുത്. വളരെ ഗൗരവത്തോടുകൂടെ ആയിരിക്കണം. ഹല്ലേലൂയ. നീ ഇതിനകത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ അല്ല, നീ കൂട്ടായ്മയ്ക്ക് വരാൻ വേണ്ടി ഒരു നാളെ വൈകിട്ടൊരു മീറ്റിംഗ് ഉണ്ടെന്ന് മനസ്സിൽ കണ്ടിട്ട് നീ അതിനു വേണ്ടി ഒരുങ്ങുമ്പോൾ തന്നെ ആ ഒരു ഗൗരവത്തിൽ നീ നിന്നെ തന്നെ പ്രിപ്പയർ ചെയ്യണം. പഴയ നിയമത്തിൽ കൃപാസനത്തിൻ്റെ നിഴലായിട്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന ആ കൃപാസനം അല്ലേ, പിതാവിൻ്റെ സിംഹാസനത്തിന് നിഴലായിട്ട് ഒഴുക്കി വെച്ചിരിക്കുന്ന ആ സിംഹാസനത്തിലേക്ക് പുരോഹിതൻ കയറി ചെല്ലുമ്പോൾ രക്തത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഹല്ലേലൂയ ആമേൻ, അവൻ്റെ നഗ്ന നേത്രം കൊണ്ട് അവൻ ആ കൃപാസനത്തെ കണ്ടുപോയാൽ അവിടെ തീർന്നു. ഹല്ലേലൂയ. വേറെ ആർക്കും കയറി ശവം എടുക്കാൻ പോലും പറ്റത്തില്ല. ഹല്ലേലൂയ ആമേൻ. പുത്രന്റെ രക്തത്താൽ, പുത്രന്റെ കാൽവറിയാകത്താൽ ദൈവം നിന്നെ നീതീകരിച്ചിരിക്കേ, ദൈവം നിന്നെ വിശുദ്ധീകരിച്ചിരിക്കേ. അവൻ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയാം, അവൻ രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ഉയർത്തു, വിശുദ്ധ സഭയാകുന്ന ശരീരത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കേ. ഹല്ലേലൂയ. ഇതിനെ ഗൗരവമാക്കാതിരുന്നാൽ സ്തോത്രം, നിന്റെ മേലുള്ള വാഗ്ദത്തങ്ങളെ അവകാശമാക്കാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ. ഹല്ലേലൂയ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാതിരുന്നാൽ എന്തോ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറിയാഗത്തിൽ നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ട ശരീരവും രക്തവും, ഹല്ലേലൂയ അവൻ്റെ ശരീരവും രക്തവും നമുക്ക് വേണ്ടി യാഗമായതുകൊണ്ടാണ്, നുറുക്കപ്പെട്ടത് കൊണ്ടാണ് നമുക്ക് ഈ പിതാവുമായുള്ള ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ ഭാഗ്യകരമായ പദവി ലഭിച്ചത്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ആ കൂട്ടായ്മയെ, ആ ശരീരത്തെ രക്തത്തെ നീ ഗൗനിക്കുന്നില്ലെങ്കിൽ ശിക്ഷാവിധി. എന്തോ ശിക്ഷാവിധി? പാപത്തിന്റെ ശമ്പളമാകുന്ന മരണമാണ് നീ തിന്നുന്നത്, കുടിക്കുന്നത്. ഹല്ലേലൂയ. ഇത് പാപത്തിന്റെ ശമ്പളമായ മരണമല്ല, ഇത് ജീവനാധാരമായ കർത്താവിന്റെ ശരീരവും രക്തത്തിന്റെയും കൂട്ടായ്മയാണ്. വാസ്തവമായി നീ ഭക്ഷിക്കുന്നത് അവന്റെ ജീവനെയാണ്. മരണം, ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന എവിടെയാ? പാപത്തിലാ. നീതീകരിക്കപ്പെടുന്നതിന് മുമ്പാ. ഇന്നും അത് തിന്നും കുടിച്ചോണ്ടിരിക്കുക. എന്താ കാരണം? സഭായോഗത്തെ, സഭയെ
നീ ഉപേക്ഷിക്കുന്നു. സഭയ്ക്കകത്ത ജീവനുള്ള ശരീരം, സഭയ്ക്കകത്ത നിന്റെ ഉള്ളത്തെ ധൈര്യപ്പെടുന്ന യേശുവിൻ്റെ രക്തം. സഭ എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് ഫെലോഷിപ്പ് ചർച്ച് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടല്ലോ അല്ലേ? കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ. അതാ പറഞ്ഞ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കുന്നില്ല. ഫെലോഷിപ്പ് ക്രിസ്തു യേശു അവൻ മൂലമാണ് എന്നുള്ളത് നിനക്ക് പിടികിട്ടുന്നില്ല. ഇത് പിടികിട്ടാത്തോണ്ട പലരും പറയുന്നത് നീ നിന്നെ തന്നെ ശോധന ചെയ്യ്. നീ നിന്നെ തന്നെ ശോധന ഇതിനകത്ത് കയറാനേ പറ്റത്തില്ല. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി നുറുക്കപ്പെട്ട അവൻ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ച വേദനകളെ ചുമന്ന അവൻ സ്തോത്രം. അവൻ യേശുവിൻ്റെ ശരീരവും രക്തവും അവൻ്റെ ശരീരത്തെ നീ വിവേചിക്കണം. ഹല്ലേലൂയ. അവിടെയാണ് എൻ്റെ ജീവനുള്ള പുതുവഴി അല്ലേ? എന്തോ ജീവനുള്ള പുതുവഴി? ദേഹം കീറിയതാ, അവൻ്റെ ശരീരം കീറപ്പെട്ടതാ. ഹല്ലേലൂയ. എൻ്റെ ധൈര്യത്തിന് കാരണം എന്തുവാ? യേശുവിൻ്റെ രക്തമാ. നീ എന്തുവായി ഭക്ഷിക്കുന്നേ? നീ എന്തുവായി പാനം ചെയ്യുന്നേ? ഹല്ലേലൂയ. കാൽവരി ക്രൂശിൽ അവൻ നിന്റെ ദുർമനസാക്ഷി നീങ്ങുമാറ് അവൻ കാളക്കുട്ടികളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് അവൻ പാപത്തെ കുറിച്ചുള്ള മനോബോധത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, കേവലം ജഡീയശുദ്ധി മാത്രം വരുത്തിയപ്പോൾ ദുർമനസാക്ഷി നീങ്ങുമാറ് അവൻ നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച യേശുവിന്റെ രക്തം. ഹല്ലേലൂയ. ശരീരത്തെ വിവേചിക്കാത്തത് കൊണ്ട്, ഹല്ലേലൂയ, തലമുറകളായി അപ്പൂപ്പന്മാര് വാങ്ങിവെച്ച ആദാം മുതൽ തുടർന്നുകൊണ്ടിരിക്കുന്ന പാപത്തിന്റെ ശമ്പളമാകുന്ന മരണം നീ ഞാനും തിന്നുകയാ. ഇത് മരണം തിന്നുന്നതല്ല, ഇത് ജീവനെ അപേക്ഷിക്കുന്നേ. എത്ര പേരുടെ അകത്ത് ഇത് കിട്ടുന്നുണ്ട്? യേശുവിന്റെ ശരീരവും യേശുവിന്റെ രക്തവുമാ. ഹല്ലേലൂയ. പരമാർത്ഥ ഹൃദയത്തോടെ ഇന്ന് പകൽ നീ അടുത്ത് വരണം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ആമേൻ. നമുക്ക് ആർക്കും ഒന്നും പുകഴാനില്ല. സാക്ഷാൽ ഭക്ഷണം, സാക്ഷാൽ പാനീയം. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ ജീവനുണ്ട്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരാ. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം നിന്റെ മനസ്സ് കൺഫ്യൂഷനിൽ പോരുത്. നിന്റെ അപ്പൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവത്തിലേ. ഹല്ലേലൂയ. സ്വന്തം പുത്രനെ ആദരിക്കാതെ, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി നൽകി തരുവാൻ തക്കവണ്ണം അവൻ നിന്നെ സ്നേഹിച്ചു. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ അടുക്കല പറയുന്നത്. നമ്മൾ പറയുന്നത് ചിലപ്പം ദൈവം ക്ഷമിക്കത്തില്ലായിരിക്കും, ചിലപ്പം ദൈവം ശിക്ഷിക്കുമെന്ന്, ദൈവം ചിലപ്പോൾ അടിക്കുമെന്ന്. ഹല്ലേലൂയ. ആമേൻ. സഭ ഉപേക്ഷിക്കുന്നു. സഭ പിടികിട്ടുന്നില്ല, ശരീരം പിടികിട്ടുന്നില്ല. ചിലരത് ചെയ്യുന്നു. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ആമേൻ. ഞാൻ പറയാം, ദൈവസഭയ്ക്കകത്തെ സകല വിശ്വാസികളുടെ സകല പ്രശ്നത്തിൻ്റെ കാരണം സഭ പിടികേട്ടാത്തതാ. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ എന്താണെന്ന് പിടികിട്ടാത്തതാ. അതുകൊണ്ടാണ് കൂട്ടുസഹോദരനോട് പിണങ്ങുന്നേ, അതുകൊണ്ടാണ് കൂട്ടുസഹോദരനെ കുറ്റം പറയുന്നേ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ആമേൻ. സ്തോത്രം. എനിക്കും സഭ വിഷയമല്ല, സഭ വിഷയമല്ല. ചിലരങ്ങനെ ചെയ്യുന്നു. അപ്പോസ്തലൻ പറയും, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത്. ഹല്ലേലൂയ. ചിലർ ചെയ്യുന്നത് പോലെ സഭായങ്ങളെ ഉപേക്ഷിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? തമ്മിൽ പ്രബോധിപ്പിക്കണം. തമ്മിൽ പ്രബോധിപ്പിക്കണം. ഹല്ലേലൂയ. എന്ത് പ്രബോധിപ്പിക്കണം? നീ ജീവനുള്ള പുതുവഴിയിലാണ് നിൽക്കുന്നത്. അപ്പൻ, അമ്മൻ, സ്തോത്രം, അവൻ നിന്നെ സ്നേഹിക്കുന്നു. നിനക്ക് ധൈര്യമായി അപ്പൻ്റെ അടുക്ക ചെല്ലാം. അവൻ്റെ രക്തം നിനക്ക് ധൈര്യത്തെ
കാരണമാണ്. ആമേൻ. കർത്താവ് നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. ആമേൻ. സ്തോത്രം. നിനക്ക് അപ്പ എന്ന് വിളിച്ചാൽ, ആമേൻ, അപ്പ എന്ന് വിളിച്ച് അടുത്ത് ചെല്ലാൻ തക്കവണ്ണം നല്ലൊരു മനസ്സ് ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. ആമേൻ. നീ ശരീരം കഴുകപ്പെട്ടവനാണ്. ആമേൻ. സ്തോത്രം. വിശ്വാസം മുറുകെ പിടിക്കുക, വിശ്വാസം മുറുകെ പിടിക്കുക. പരമാർത്ഥ ഹൃദയത്തോടെ അപ്പ എന്ന് വിളിച്ചടുത്ത് ചെല്ലുക. ഹല്ലേലൂയ. ചിലർ ചെയ്യുന്നത് പോലെ, ഗ്ലോറി ടു ഗോഡ്, നമ്മൾ ചെയ്യരുത്. തമ്മിൽ പ്രബോധിപ്പിക്കണം. ഹല്ലേലൂയ. കൂട്ടായ്മയെ കാര്യമാക്കാത്തവന്, കൂട്ടായ്മയെ അലക്ഷ്യമാക്കുന്നവന്, ആമേൻ, ആമേൻ, ജീവിതത്തിൽ ദൈവസഭയ്ക്ക്, ആമേൻ, കർത്താവിൻ്റെ ശരീരത്തിന് പ്രാധാന്യം കൊടുക്കാത്തവർക്ക് അവരോട് നമ്മൾ പ്രബോധിപ്പിക്കണം. ആമേൻ. ഹല്ലേലൂയ. എന്ത് ചെയ്യണം? സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിക്കണം. ആമേൻ. കുറ്റം പറയാനും വിരൽ ചൂണ്ടാനും അല്ല ഉത്സാഹം ഉണ്ടാകേണ്ടത്. സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിക്കണം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ആമേൻ. അടുത്ത വാക്യം കൂടെ വായിച്ചേ. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാകും. ആമേൻ. സഭയിലേക്ക് വരണം, സഭയുടെ വെളിപ്പാടിലേക്ക് വരണം. ഹല്ലേലൂയ. അവിടെയാണ് യേശുവിൻ്റെ ശരീരം, ജീവനുള്ള പുതുവഴി, യേശുവിൻ്റെ രക്തം, ആമേൻ, യേശു എന്ന മഹാപുരോഹിതൻ, ആമേൻ, നിർമ്മനസാക്ഷി നീക്കപ്പെട്ടവർ, ശരീരം കഴുകപ്പെട്ടവർ, ഹല്ലേലൂയ, പരമാർത്ഥ ഹൃദയം, ആമേൻ, വിശ്വാസത്തിൻ്റെ പൂർണ്ണനിശ്ചയം, ആമേൻ, അവിടെയാ കൃപാസനമുള്ളത്, അവിടെയാണ് മേഴ്സി സീറ്റ് ഉള്ളത്, അവിടെയാണ് പിതാവുള്ളത്, അവിടെയാണ് പുത്രനുള്ളത്, അവിടെയാണ് പരിശുദ്ധാത്മാവുള്ളത്, അവിടെയാണ് സ്വർഗം നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. വളരെ ഗൗരവമായി നമ്മൾ ഗൗരവമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്തിൽ സംഭവിച്ച കാര്യങ്ങളായത് മുഴുവൻ. ഹല്ലേലൂയ. നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. സഭായോഗത്തെ ഉപേക്ഷിക്കരുത്, സഭയെ ഉപേക്ഷിക്കരുത്. ഞാൻ സഭയാണ് നിൻ്റെ അകത്ത് കാരണം. ഞാനാണ് സഭ. എൻ്റെ കർത്താവിൻ്റെ മഹത്വമുള്ള ശരീരം ഞാനാണ്. വിശ്വസിക്കുന്നവർ ചേർന്നരാമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് തിരുമേശയിലേക്ക് പ്രവേശിക്കാൻ പോവുക. തിരുമേശയ്ക്കകത്ത് ആമേൻ, ആമേൻ, ഒരു കാര്യം മാത്രം പറഞ്ഞ് ആമേൻ നമ്മൾ അപ്പവീനികൾ ഭക്ഷിച്ച് പാനം ചെയ്യാൻ പോവുക. ആമേൻ. സ്തോത്രം. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 15, 16, 17 വാക്യങ്ങൾ വളരെ പരിചയമുള്ളതാണ്. ഒരിക്കൽ കൂടെ വായിച്ചാട്ടെ. പത്താം അധ്യായം. നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നത് വിവേചിപ്പിൻ. കണ്ണാടിയില്ലേ മാമേ? നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്ന് ആകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ഒരേ അപ്പത്തിൻ അംശികളാകുന്നുവല്ലോ. നാം എല്ലാവരും ഒരേ അപ്പത്തിൻ്റെ അംശികളാകുന്നുവല്ലോ. ഗ്ലോറി ടു ഗോഡ്. ഞാൻ ഒത്തിരി പ്രാവശ്യം ഇവിടെ ശുശ്രൂഷിച്ചുള്ളതാണ് ഈ വചനം. ആമേൻ. ഇതാരോടാ പറയുന്നത്? വിവേകികളോടാ പറയുന്നത്. ഹല്ലേലൂയ. എത്ര പ്രാവശ്യം വചനം കേട്ടാലും, എത്ര പ്രാവശ്യം ആമേൻ ദൈവാത്മാവ് ഇടപെട്ടാലും മൈൻഡ് ചെയ്യാത്ത ഒത്തിരി മനസ്സുകളുണ്ട്. ഹല്ലേലൂയ. അവരോടല്ല ഈ പറയുന്നേ, വിവേകികളോടായി പറയുന്നേ. സ്തോത്രം. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കേൾക്കുന്നതിനെ പുസ്തകം പറഞ്ഞു, ഞാൻ പറയുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യണം? വിവേചിക്കണം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. എന്നിട്ട് പറയുക, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം
ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? ഒന്ന് ചേർന്ന് പറഞ്ഞേ, നാം അനുഗ്രഹിക്കുന്ന. ഇങ്ങനൊന്നും ഇരുന്ന് പറഞ്ഞാൽ പോരാന്നേ. ഒന്ന് സ്റ്റഡി ആയിട്ടിരുന്നേ അച്ഛാ, ഒന്ന് സ്റ്റഡി ആയിട്ടിരുന്നേ, ഒന്ന് നേരെ ഇരുന്നേ, എല്ലാവരും നേരെ ഇരുന്നേ. നിസ്സാര കാര്യമൊന്നുമല്ല നമ്മൾ പറയാൻ പോന്നേ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം യേശുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയാണ്. നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയാണ്. ഹല്ലേലൂയ. അപ്പോസ്തലൻ പറയാ, നിങ്ങൾ വിവേകികളെന്ന് വെച്ചാ ഞാൻ പറയുന്നത്. നിങ്ങൾ വിവേചിക്കണം. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം. ഹല്ലേലൂയ. അനുഗ്രഹപാത്രം. ഒന്ന് പറഞ്ഞേ, അനുഗ്രഹപാത്രം. ഇന്നു പകൽ ഈ വിശുദ്ധ സഭായോഗത്തിന്റെ നടുവിൽ ഒരു അനുഗ്രഹപാത്രം നമ്മുടെ നടുവിൽ വരുന്നുണ്ട്. ഹല്ലേലൂയ. എന്തിനാ അനുഗ്രഹപാത്രം വന്നിരിക്കുന്നേ? അനുഗ്രഹത്തെ കൈമാറാനാ. യേശുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മ, യേശുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയാ. അഥവാ നീ കൈനീട്ടി സ്വീകരിക്കാൻ പോകുന്നത് അനുഗ്രഹത്തെയാണ്. ഹല്ലേലൂയ. ഇത് നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രമാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ തിരുമേശയിലൂടെ we are going to receive the blessings. ഞാൻ എന്റെ അനുഗ്രഹത്തെ സ്വീകരിക്കുക. ശപിക്കപ്പെട്ട് കിടന്നിടത്തുനിന്ന്, മരണം തിന്നുകൊണ്ടിരുന്നിടത്തുനിന്ന് ഇന്ന് പകൽ ഞാൻ അനുഗ്രഹത്തെ സ്വീകരിക്കുക, ജീവനെ സ്വീകരിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഇത് നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രമാണ്. ഹല്ലേലൂയ. ഇത് അനുഗ്രഹപാത്രമാകണമെങ്കിൽ നീ ഇതിനെ ബ്ലസ് ചെയ്യണം, നീ ഇതിന് സ്തോത്രം പറയണം. ഹല്ലേലൂയ. ഇത് അവന്റെ രക്തത്തിന്റെ കൂട്ടായ്മയാ, അവന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയാ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. അപ്പം അവൻ അവൻ സ്തോത്രം, അവൻ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കായുണ്ട്. ഗ്ലോറി ടു ഗോഡ്. ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. വിവേകികളെ വെച്ച് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ വിവേചിക്കുക. യു ആർ ഗോയിങ് ടു ടച്ച് ദ കപ്പ് ഓഫ് ബ്ലെസ്സിംഗ്. നീ അനുഗ്രഹത്തെ തൊടാൻ പോകുന്നേ, നീ ജീവനെ തൊടാൻ പോകുന്നേ. ആണോ? ആണെന്ന് ഉറപ്പുള്ളവർ ആമേൻ പറ. അല്ലാത്തവർ മിണ്ടണ്ട. അല്ലല്ലേ, നിങ്ങൾക്കും തിന്നാം അപ്പം, നിങ്ങൾക്കും കുടിക്കാം ഈ സാധനം. ഒരു പ്രശ്നവും ഒരു ദോഷവും ഉണ്ടാകത്തില്ല. പക്ഷെ ശിക്ഷാവിധി, പാപത്തിന്റെ ശമ്പളമായ ശിക്ഷാവിധി ചുമന്നേ പറ്റത്തുള്ളൂ. സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം സ്വർഗത്തിലിരിക്കുന്നവരാ. പക്ഷെ ജീവൻ അനുഭവിക്കണമെങ്കിൽ, മരണത്തെ ജയിക്കണമെങ്കിൽ, അവൻ ബലഹീനതകളെ ജയിക്കണമെങ്കിൽ, രോഗത്തിന്റെ മേൽ ജയം പ്രാപിക്കണമെങ്കിൽ, മരണഭയം കൂടാതെ മുന്നോട്ട് പോകണമെങ്കിൽ, ഇന്ന് പകൽക്കാലം അവൻ ഈ അനുഗ്രഹ പാത്രത്തിന്റെ വെളിപ്പാട് നിന്റെ അകത്ത് വരണം. ഇത് അവന്റെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും കൂട്ടായ്മയാ. ഹല്ലേലൂയ. നമ്മുടെ നടുവിൽ കൂടെ അപ്പവും പാനപാത്രവും കടന്നു വരുമ്പോൾ അപ്പോസ്തലൻ പറയുക, ഇത് അനുഗ്രഹപാത്രമാ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി. എത്ര പേരുടെ ഉള്ളങ്ങളിൽ ആ അനുഗ്രഹത്തെ സ്വീകരിക്കാൻ ഒരു പ്രിപ്പറേഷൻ ഉണ്ടാകുന്നുണ്ട്. ഇതിലൂടെ മൈൻഡ് സെറ്റപ്പിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഹല്ലേലൂയ. ആമൻ ഉറക്കം തൂങ്ങി, ആമൻ സ്തോത്രം, ആമൻ വരുമ്പോൾ അങ്ങ് എടുത്തിട്ട് നോ, മറ്റുള്ളവർ കണ്ടാൽ എന്ത് പറയും? ഞാൻ പറയട്ടെ, കർത്തൃമേശ എടുക്കാതിരിക്കുന്നിടത്തോളം അഹങ്കാരം വേറെ ഒന്നുമില്ല. കർത്തൃമേശ എടുക്കാതിരിക്കുന്നിടത്തോളം ഇത് വിശുദ്ധന്മാരുടെ മേശയാണ്.
രക്ഷിക്കപ്പെട്ട സ്നാനം, അല്ലെങ്കിൽ ദൈവമക്കൾക്കുള്ള മേശയാണിത്. ചിലരിത് വരുമ്പം ഞാനിന്ന് എടുക്കുന്നില്ലെന്ന് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നൊരു അനുഗ്രഹം വേണ്ട. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹം, ഞാൻ അനുഗ്രഹത്തെ സ്വീകരിക്കുക. അവൻ ഇന്ന് ഞാൻ എടുക്കുന്നില്ല, എനിക്ക് വേണ്ട ഇന്ന്. പിന്നെന്താ വേണം? അനുഗ്രഹം വേണ്ടാത്തതിന് എന്താ വേണ്ടിയേ? ശാപം. ശാപത്തിന് വേണമെന്ന് പറയണോ? ആദാമിൽ ജനിച്ചവൻ്റെ മേലെ എല്ലാം ശാപമോ? ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുക. ഹല്ലേലൂയ. അബദ്ധം പറ്റിപ്പോലും കർത്തൃമേശയിൽ നിന്ന് മാറിയിരിക്കരുത്. കാരണം നിന്റെ മേൽ വെളിപ്പെടേണ്ട അനുഗ്രഹത്തെ വെളിപ്പെടുത്തുന്ന അനുഗ്രഹ പാത്രമായത്. ഹല്ലേലൂയ. വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് തൊട്ടുപോവുക. അതുകൊണ്ടാണ് അപ്പവും വീഞ്ഞും അബ്രഹാം മൽക്കീസദേക്ക് അബ്രഹാമിന് കൊടുത്തിട്ട് പറഞ്ഞത്, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. അവന്റെ ശരീരവും രക്തവും ജീവന്റെ സബ്സ്റ്റൻസ്. ഇതാ സാക്ഷാൽ ജീവൻ, സാക്ഷാൽ പാനീയം, സാക്ഷാൽ ഭക്ഷണം. ഇപ്പോൾ നമ്മുടെ നടുവിൽ കൂടെ കടന്നു പോകുക. നീ തൊടുന്നത് അനുഗ്രഹത്തിലേക്കാ കൈ നീട്ടുന്നേ, ജീവനിലേക്കാ നീ കൈ നീട്ടുന്നേ. ഇത് നീ അനുഗ്രഹിച്ചെങ്കിൽ, നീ അതിനെ ആ ഗൗരവത്തിൽ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഗോതമ്പ് ദോശയും ജ്യൂസുവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭായോഗം ചിലർ ചെയ്യുന്നത് പോലെ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുക. ഇതിന്റെ ഗൗരവം മനസ്സിലാകുന്നില്ല. ചുമ്മാതെ വരുന്നു. ഹല്ലേലൂയ. ഒരാഴ്ചത്തെ കർത്തൃമേശ മിസ് ചെയ്യാൻ ഒരു മടിയുമില്ല. മനഃപൂർവ്വമായി ഒഴിഞ്ഞിരിക്കുക അല്ലേ? ജോലിക്ക് പോയാൽ 10 റിയാൽ കിട്ടുമെങ്കിൽ നമ്മൾ വേണ്ട നോക്കുമോ? നമ്മളെ 10 റിയാൽ വാല്യൂ കൊടുക്കും. ജോലിക്ക് പോരുതെന്നല്ല ഞാനീ പറയുന്നേ. പക്ഷേ ഹല്ലേലൂയ, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം യേശുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയാ. പാപത്താലുള്ള മരണത്തിൽ നിന്ന് ശിക്ഷാവധി തിന്ന് കുടിച്ചുകൊണ്ടിരുന്നിടത്തു നിന്ന് നിന്നെ ജീവനിലേക്ക്, അനുഗ്രഹത്തിലേക്ക്, ശാപത്തിൽ നിന്ന് ആ അനുഗ്രഹത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നിരിക്കപ്പെട്ടതിൻ്റെ അടയാളമായത്. അടയാളം എന്ന് പറഞ്ഞാൽ പോലും ശരിയാകത്തില്ല. അടയാളമല്ല, അത് തന്നെയാ അത്. ഹല്ലേലൂയ. ഇത് സഭായോഗമാ, വിശുദ്ധന്മാരുടെ കൂട്ടായ്മയാ. ഇന്ന് പകൽ ഇതിന്റെ നടുവിൽ അനുഗ്രഹത്തിന്റെ കൈമാറ്റം നടക്കും. ഹല്ലേലൂയ. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇത് വിവേചിക്കുന്നവനുള്ളതാണ്. ഹല്ലേലൂയ. അല്ലാതെ എല്ലാവർക്കും ഉള്ളതല്ല. അവർക്ക് ഇത് റിസീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അല്ലാത്തവരുടെ പകരത്തില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. കർത്താവിന് എന്തും പറ്റും. തിരിച്ചു ഞാൻ പറയാം, നിനക്ക് ധൈര്യമായി ഇന്ന് പകൽക്കാലം അനുഗ്രഹത്തെ മേടിക്കാൻ നിനക്ക് അവകാശമാക്കാൻ പറ്റും. യു ക്യാൻ റിസീവ്. ആമേൻ. ഹല്ലേലൂയ. ശാപത്തിൽ നിന്നും മരണത്തിൽ നിന്ന് നിന്നെ എവിടെയെല്ലാം പിശാച് കെട്ടിയിട്ടോ അതിൽ നിന്നൊക്കെ ഇന്ന് പകൽക്കാലം ക്രിസ്തു മൂലമുള്ള ജീവൻ നിനക്ക് സ്വീകരിക്കാൻ പറ്റും. ഹല്ലേലൂയ. കാരണം നീ ഇതിനെ വിവേചിക്കണം. അനുഗ്രഹപാത്രമാ. യേശുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയാ, യേശുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഞാൻ പറയട്ടെ, ദൈവസഭയ്ക്ക്, വിശുദ്ധന്മാർക്ക് അനുഗ്രഹിക്കപ്പെടാനുള്ള മാർഗം കൂട്ടായ്മയാണ്. കൂട്ടായ്മയിലെ തിരുമേശയാണ്. ഹല്ലേലൂയ. കൂട്ടായ്മയിലാകുക എന്ന് പറയുന്നത് തന്നെ അനുഗ്രഹമാണ്. ആമേൻ. സ്തോത്രം. ആമേൻ. ഇന്ന് പകൽ ഇത് അനുഗ്രഹത്തെ നമ്മൾ റിസീവ് ചെയ്യുകയാണ്. നമ്മൾ അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം. ഹല്ലേലൂയ. നമ്മളിതിനെ ബ്ലസ് ചെയ്തില്ലെങ്കിൽ, നമ്മളിതിന് സ്തോത്രം ചെയ്തില്ല എങ്കിൽ നമ്മൾ അപ്പം തിന്നിട്ട് പോവാ. അതുകൊണ്ട് യേശുവിനെ തന്നെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി
നുറുക്കി തൻ്റെ ശിഷ്യന്മാർ കൊടുത്തിട്ട് പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, നിങ്ങളുടെ പാപമോചനത്തിനായി ചൊരിയുന്ന എൻ്റെ രക്തം. ഒത്തിരി എല്ലാ സഭകളും ഇത് ചെയ്യുന്നുണ്ട്. അനേക സഭകളെന്ന് പേരുള്ളവർക്ക് ആമേൻ ഇത് വെറും ഒപ്പം വീഞ്ഞോ. ഹല്ലേലൂയ. ഇനിയും ഇത് കർത്താവിൻ്റെ ശരീരവും രക്തം എന്ന് പറയുന്ന ശുശ്രൂഷയിൽ പലയിടത്തും ജനത്തിനത് പിടികിട്ടുന്നില്ല. അല്ലേ? അതുകൊണ്ട് ആരും വിവേചിക്കുന്നില്ല. നമ്മളങ്ങനെ ആകരുത്. ഇത് അവൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയാണ്, അവൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയാണ്. ഇത് അനുഗ്രഹപാത്രമാണ്. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് അനുഗ്രഹത്തെ സ്വീകരിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എവിടെയൊക്കെ ശാപങ്ങൾ, എവിടെയൊക്കെ രോഗങ്ങൾ, പൗലോസ് പറയാ, ഇതുമൂലമാണ് നിങ്ങൾ ബലഹീനരായിരിക്കുന്നേ. വിവേചിക്കാത്തത് കൊണ്ട്, അവരുടെ ശരീരത്തെ വിവേചിക്കാത്തത് കൊണ്ട് നിങ്ങൾ ബലഹീനരായിരിക്കുന്നു, രോഗികളായിരിക്കുന്നു, പലരും നിദ്ര കൊള്ളുന്നു. ഗ്ലോറി ടു ഗോഡ്. ഇപ്പോഴും ശിക്ഷാവിധി തിന്നുകൊണ്ടിരിക്കുക. ഇത് ജീവനുള്ള പുതുവഴിയാ. മരണം തിന്നാനുള്ളവരല്ല നമ്മൾ, ജീവനെ ഭുജിക്കുന്നവരാ. റോമർ 6:4 പറയുന്നു, അവൻ പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത്. അതാ സ്നാനം. ഹല്ലേലൂയ. അവൻ ജീവൻ സ്നാനപ്പെട്ടവൻ ജീവന്റെ പുതുക്കത്തിലാണ് നടക്കേണ്ടേ. ജീവന്റെ പുതുക്കം, അമ്മ സ്തോത്രം, അത് നീ സ്വീകരിക്കണം. ഹല്ലേലൂയ. നീ ആ ബ്ലെസ്സിങ്ങിനെ, ജീവനെ സ്വീകരിക്കണം. കാരണം സാക്ഷാൽ ഭക്ഷണം, സാക്ഷാൽ പാനീയം, അത് കർത്താവിൻ്റെ ശരീരവും രക്തവുമാണ്. ഹല്ലേലൂയ. ആമേൻ. മനസ്സിലാക്കുന്നവരാമേൻ പറഞ്ഞാട്ട് നമ്മൾ ഒരുമിച്ച് തിരുമേശയിലേക്ക് പ്രവേശിക്കുക. നമ്മൾ ഒരുമിച്ച് തിരുമേശയിലേക്ക് പ്രവേശിക്കാൻ